ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 33-34 വാക്യങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവരെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലതും വേറൊരുത്തനെ ഇടതുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. 34 വാക്യം ആ കൊട്ടേഷനുള്ള കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മഹാന്മാരുടെ അവസാന വാക്കുകൾ ചരിത്രം എന്നും വളരെ പ്രാധാന്യത്തോടാണ് കൃപയാൽ കണ്ടത്. അതെ, നോക്കണമേ, യേശു കർത്താവിന്റെ അവസാന വാക്കിനും അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തെ മുഴുവൻ നടക്കുകയും ലോകത്തിൽ ശക്തമായി സ്തോത്രം, അതെ, ലോകരാജ്യങ്ങളെയും രാജാക്കന്മാരെയും കീഴടക്കി ഒരു കൊടുങ്കാറ്റ് പോലെ മുന്നിലേക്ക് പോയ രാജാവായിരുന്നു മഹാനായ അലക്സാണ്ടർ. ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സ്തോത്രം, അതെ, ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മഹാനായ അലക്സാണ്ടർ എന്നാണ്, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അലക്സാണ്ടറുടെ അവസാന വാക്ക് ഇപ്രകാരമായിരുന്നു. വിഷബാധ എടുത്ത് അദ്ദേഹം സ്തോത്രം മരണക്കിടക്കയിൽ കിടക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഞാൻ എഴുന്നേൽക്കുവാൻ പോകുന്നതേ ഇല്ല. ഇനി ഈ രോഗക്കിടക്കയിൽ നിന്ന്, ഈ മരണക്കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കത്തേ ഇല്ല. അതുകൊണ്ട് തന്റെ ചുറ്റും കൂടി നിന്നതായ ആൾക്കാരോട് ഇപ്രകാരം പറഞ്ഞു. അതേ, മെഡിക്കൽ സയൻസ് ഇതാ, മരുന്ന് എന്റെ മുൻപിൽ പരാജയപ്പെടുകയാണ്, വൈദ്യന്മാർ എന്റെ മുൻപിൽ പരാജയപ്പെടുകയാണ്, മരുന്നും വൈദ്യന്മാരും എന്റെ മുൻപിൽ പരാജയപ്പെടുന്നത് കൊണ്ട്, സ്തോത്രം, മരുന്നും വൈദ്യന്മാരും എന്റെ മുൻപിൽ പരാജയപ്പെടുന്നത് കൊണ്ട് ഞാനിപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ചികിത്സിച്ച ഏത് വൈദ്യന്മാരാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഡോക്ടർമാരാണോ ഉള്ളത്, ആ ഡോക്ടർമാർ തന്നെ എന്റെ ശവപ്പെട്ടി എടുക്കണം. കാരണം അവരൊരു പരാജയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. അവർ, സ്തോത്രം, എന്റെ ശവപ്പെട്ടി എടുക്കണം. മാത്രമല്ല, എൻ്റെ 2 കരങ്ങളും ഒഴിഞ്ഞതായി എൻ്റെ ശവപ്പെട്ടിക്ക് പുറത്ത് ഇടയണം. കാരണം ലോകം മുഴുവൻ പറഞ്ഞത് ഞാൻ ഏറ്റവും ധനികനായ രാജാവ് എന്നാണ്. ലോകം മുഴുവൻ കാണട്ടെ, ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഒന്നുമേ കൊണ്ടുപോകുന്നതേ ഇല്ല. ഞാൻ ധനികനായ ചക്രവർത്തിയാണ്, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഒന്നുമേ കൊണ്ടുപോകുന്നതേ ഇല്ല. 3-ാമത് ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുകയുണ്ടായി. സ്തോത്രം, എൻ്റെ ധനത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രത്നക്കല്ലുകള്, സ്വർണ്ണ നാണയങ്ങള്, വിലയേറിയ വസ്തുക്കള് എൻ്റെ ശവപ്പെട്ടിക്ക് പിന്നാലെ വാരി വിതറിയിട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. 3 കാര്യമാണ് അലക്സാണ്ടർ പറഞ്ഞത്. സ്തോത്രം, എൻ്റെ വൈദ്യന്മാർ അതേ പരാജയപ്പെട്ടു, അതുകൊണ്ട് അവരെൻ്റെ ശവപ്പെട്ടി ചുമക്കണം. 2, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നതേയില്ല. 3, അതെ, എൻ്റെ ധനത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ വൈഡൂര്യങ്ങളും, എൻ്റെ ഡയമണ്ട്സ്, എൻ്റെ വജ്രങ്ങൾ, രത്നക്കല്ലുകൾ ഒക്കെ എൻ്റെ ശവപ്പെട്ടിക്ക് പിന്നിൽ വിതരണം. സ്വർണം, നാണയങ്ങൾ വിതരണം. മുഴു ലോകം കാണട്ടെ, എൻ്റെ ധനത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞതേ ഇല്ല. യുദ്ധങ്ങളെ ജയിച്ചവൻ, രാജ്യങ്ങളെ ജയിച്ചവൻ, രാജാക്കന്മാരെ ജയിച്ചവൻ ജീവിതത്തിൽ തോറ്റു. അലക്സാണ്ടർ പുറത്ത് ജയിച്ചു, പക്ഷെ അകത്ത് തോറ്റു. അലക്സാണ്ടർ പരസ്യത്തിൽ ജയിച്ചു, എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ തോറ്റു. എന്നാൽ നസ്രേനി യേശു കർത്താവ്, അവൻ പുറത്തും ജയിച്ചു, അവൻ അകത്തും ജയിച്ചു. യേശു പുറത്തും ജയിച്ചു, യേശു അകത്തും ജയിച്ചു. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, പുറത്തെ ജയത്തെക്കാൾ എത്രയോ വലിയ ജയമാണ് അകത്തെ ജയം. കിടക്കുമ്പോൾ അതേ നിനക്ക് പെട്ടെന്ന് ഉറക്കം വരുവാൻ, മനസ്സമാധാനം ഉണ്ടാകുവാൻ, സ്തോത്രം, നിന്റെ BP നോർമൽ ആകുവാൻ നിന്റെ അകത്ത് ഒരു ജയം ആവശ്യം. ആ അകത്ത് ജയം നൽകുന്നത് എത്രയേ? ദ ഡിവൈൻ ഫോർഗിവ്നെസ്, ദൈവികമായ സ്തോത്രം, ക്ഷമ എന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന 2 കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. സ്തോത്രം, നിങ്ങൾക്ക് പുറത്ത് മാത്രമല്ല, നിങ്ങൾക്ക് അകത്ത് ജയം ആവശ്യം. അകത്ത് എത്രത്തോളം പേഴ്സണലി നിങ്ങൾ ജയിക്കുന്നു, ആ പ്രൈവറ്റ് ജയമാണ് പബ്ലിക് ജയത്തെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളത്. ദാവീദ് അകത്ത് പ്രൈവറ്റായി രഹസ്യത്തിൽ ജയിച്ചു. കരടിയെയും സിംഹത്തെയും അവൻ രഹസ്യത്തിൽ പ്രൈവറ്റായി ജയിച്ചു. അതുകൊണ്ടാണ് പബ്ലിക്കിൽ പിന്നത്തേതിൽ ഗോലിയാത്തിനെ ജയിപ്പാൻ തക്കോണം ദൈവം തന്നെ ബലപ്പെടുത്തിയത്.
പുറത്ത് ജയിച്ചാൽ, പുറത്ത് മാത്രം ജയിച്ചു നടന്നാൽ സ്തോത്രം അത് എന്നും ജയമാകണമെന്നില്ല. നിന്റെ പ്രൈവറ്റ് ലൈഫ് സർക്കിളിൽ, നിന്റെ നേച്ചറിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ക്യാരക്ടറിൽ നിനക്ക് ജയം ആവശ്യം. നിന്റെ ക്യാരക്ടറിൽ, നിന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ജയം ആവശ്യം. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, സ്തോത്രം എന്റെ നേച്ചർ, എന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് എങ്ങനെയാണ് അറിവാൻ കൊണ്ട് കഴിയുന്നത്? ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ത് നീ ചെയ്യുന്നു അതാണ് നിന്റെ സ്വഭാവം. ആരും കാണാതെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ആരോ ഞെട്ടി, ആരും കാണാതെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു അതാണ് നിന്റെ സ്വഭാവം. ഒരിക്കൽ കൂടെ, ആരും കാണാതെ ഇരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് കാട്ടിക്കൂട്ടുന്നുവോ അതാണ് നിന്റെ സ്വഭാവം. ആ സ്വഭാവത്തിൽ ജയിക്കുന്നവന് മാത്രമേ പുറത്ത് പരസ്യ കോലമാകാതെ ദൈവത്തിന്റെ കൃപയാൽ ജയിപ്പാൻ കഴിയത്തുള്ളൂ. അതിൽ നൂറുകണക്കിന് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസ, സൗമ്യത, ഇന്ദ്രിയ ജയം. അതിലൊന്നാണ് സ്തോത്രം ക്ഷമിക്കുക. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്ഷമിക്കുക. യേശു കർത്താവ്, ദ ചാമ്പ്യൻ ഓഫ് കാൽവരി, കാൽവരി ക്രൂശിന്മേൽ ജയിച്ചവൻ, സ്തോത്രം അതേ രാജാതി രാജാവായി ആയിത്തീർന്നവൻ, സ്തോത്രം അവൻ ക്ഷമിച്ചു. അതേ ജയിക്കുന്നവർക്ക് മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. തോൽക്കുന്നവർക്കും തോറ്റുകൊണ്ടിരിക്കുന്നവർക്കും ഞാൻ അവളുടെ അടുത്ത് ക്ഷമിക്കത്തില്ല, ഞാൻ അവന്റെ അടുത്ത് ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇരിക്കുമ്പോൾ, സ്തോത്രം ജയിക്കുന്നവർക്ക് മാത്രമേ ആര് വിചാരിച്ചാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ദൈവസന്നിധിയിൽ ധൈര്യമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. കാരണം വേദപുസ്തകം പറയുന്നു, സ്തോത്രം as your heavenly father is perfect, be perfect. സ്തോത്രം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയിരിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സൽഗുണപൂർണർ. സ്തോത്രം ദൈവത്തിന്റെ സ്വഭാവമാണ് നീ ക്ഷമിക്കുക എന്ന് പറയുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് സീനായി മാമരികിൽ വന്നിറങ്ങി കർത്താവ് സ്തോത്രം മോശയ്ക്ക് കൽപ്പന നൽകുമ്പോൾ, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കളസാക്ഷി പറയരുത്, മോഹിക്കരുത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകല്ല, എക്സെട്ര എക്സെട്ര കൽപ്പന നൽകുമ്പോൾ ആ ഉയർന്നു വരുന്ന കാഹള നാദവും ആ കത്തുന്ന തീയും ഭൂമി കുലുക്കവും ഒക്കെ കണ്ട് ദൈവം ഒരു ഭീകരനാണോ എന്ന് തോന്നുമാറ് ഭയങ്കരത്വം കണ്ടു നിൽക്കുമ്പോൾ, ഭയങ്കരത്വം, ദൈവിക ഭയങ്കരത്വത്തെ കണ്ടു നിന്നതായ അതേ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, പുറപ്പാട് 34:7, ഞാൻ സ്തോത്രം കരുണയും മനസ്സാന്നിധ്യവും ഉള്ളവനാണ്, മനസ്സലിവും ഉള്ളവനാണ്, ആയിരത്തിന് ദയ പാലിക്കുന്നവനാണ്, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാണ്. ദൈവം പറയുകയാണ്, ഞാൻ കഠിന ഹൃദയനല്ല, ഞാൻ ക്ഷമിക്കുന്നവനാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ദൈവം ക്ഷമിക്കുന്നവനാണ്. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. തിരുവനന്തപുരംകാരെ കേൾക്ക്, സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ കോട്ടയമായിരിക്കാം, കൊച്ചി ആയിരിക്കാം, ന്യൂയോർക്ക് ആയിരിക്കാം, കാലിഫോർണിയ ആയിരിക്കാം, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പലരെന്നെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ നിൽക്കുന്നത് ആ ദേശത്തിന്റെ മണ്ണിലല്ല നിങ്ങൾ നിൽക്കുന്നത്. but you are standing on the soil of godly forgiveness. ദൈവത്തിന്റെ ക്ഷമയിലാണ് നിങ്ങൾ ജീവനോടെ നിന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ് നീ തട്ടിപ്പോകാതെ ഈ പാൻഡമിക് ദിവസങ്ങളിലും നീ ജീവനോടെ ആയിരിക്കുന്നത്. നിന്റെ ഗ്ലാമർ കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ഉപവാസം കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല. ദൈവം ഇടുങ്ങിയ മനസ്സല്ലാത്തവനായതുകൊണ്ട്, ദൈവം വിശാല ഹൃദയനായതുകൊണ്ട്, ദൈവം ക്ഷമിക്കുന്നവനായതുകൊണ്ട്. കാരണം സ്തോത്രം, കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും ഉന്നതമായിരിക്കുന്നു. ദൈവം സ്തോത്രം ഞെരുക്കത്തിന്റെ വഴിയുള്ളവനല്ല, ഇടുങ്ങിയ മെന്റാലിറ്റി ഉള്ളവനല്ല. ദൈവം വിശാലതയുടെ ദൈവമാണ്. അവൻ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളോട് ക്ഷമിക്കുകയാണ്. 1 യോഹന്നാൻ 1:9 പറയുന്നു, തന്റെ പാപങ്ങളെ സ്തോത്രം ആരോണോ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത് അവരോട് ദൈവം ഇന്ന് പകൽക്കാലം ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച്, ഒരിക്കൽ കൂടെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും അവൻ നീതിമാനും ആകുന്നു. ഏറ്റുപറയുന്ന പാപങ്ങൾ പിന്നെ ദൈവം ഓർക്കുന്നതേയില്ല. ചിലപ്പോൾ മനുഷ്യനോട് പറഞ്ഞാൽ മനുഷ്യൻ ഓർക്കും, എന്നാൽ ദൈവം ആ പാപത്തെ, ക്ഷമിക്കുന്ന പാപത്തെ ദൈവം ഓർക്കുന്നേയില്ല. മീഖായുടെ പ്രവചനം 7:15 പറയുന്നു, സമുദ്രത്തിന്റെ ആഴക്കടലിൽ ദൈവം അത് ഇട്ടുകളഞ്ഞു. ദൈവം നിന്നോട് ക്ഷമിച്ചു, ദൈവം നിന്നോട് ക്ഷമിച്ചു, ദൈവം നിന്നോട് ക്ഷമിച്ചു. നീ നിൽക്കുന്നത് ദൈവിക ക്ഷമയുടെ മുൻപിലാണ്. ദൈവം നിന്നോട് ക്ഷമിച്ചെങ്കിൽ നിന്റെ ചുറ്റും നിൽക്കുന്നവരോട് നീയും ക്ഷമിച്ചാട്ടെ.
ഒരിക്കൽ കൂടെ, ആരും മിണ്ടത്തില്ലല്ലോ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോട് ക്ഷമിച്ചാട്ടെ, നിനക്കെതിരെ അപവാദം പറയുന്നവരോട് ക്ഷമിച്ചാട്ടെ, കൂടെ നിന്ന് ചതിക്കുന്നവരോട് ക്ഷമിച്ചാട്ടെ, നിന്നെ ഹേർട്ട് ചെയ്യുന്നവരോട്, വേദനിപ്പിക്കുന്നവരോട് ക്ഷമിച്ചാട്ടെ. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങൾ പറയും, ഇല്ല ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ക്ഷമിക്കത്തില്ല. നിങ്ങൾ ക്ഷമിക്കത്തില്ലെങ്കിൽ 4 അപകടം, സ്തോത്രം, ഞാൻ പറയട്ടെ. നമ്പർ 1, നിന്റെ ആരാധനയെ ദൈവം അംഗീകരിക്കുന്നില്ല. ക്ഷമിക്കാത്ത ഹൃദയമുള്ള ആരെങ്കിലും ശബ്ദമിട്ടെങ്കിൽ, ആരെങ്കിലും കൈയടിച്ചെങ്കിൽ, എൻ്റെ ദൈവം അതിനെ നോക്കിയിട്ട് പറയും, ഇതെൻ്റെ ശബ്ദ മലിനീകരണം ഉയരുന്ന. ക്ഷമിക്കാത്ത ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായ ആരാധന അത് വെറും ശബ്ദം മാത്രമാണ്. എന്നാൽ തിരുവചനം പറയുന്നു, ശബ്ദമാണോ ആരാധന? നാറ്റമാണോ ആരാധന? ദുർഗന്ധമാണോ ആരാധന? അല്ലേ അല്ല, ആരാധന സുഗന്ധമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ആരാധന? സുഗന്ധമാണ്. ദൈവം അംഗീകരിക്കുന്ന ആരാധന സുഗന്ധമാണ്. മഹാജലപ്രളയത്തിന് ശേഷം നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ, സ്തോത്രം, യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തിന്റെ വാസന ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നു. ദൈവം പറഞ്ഞു, ഏതാണ്ട് മണക്കുന്നുണ്ട്. കാരണം നോഹ ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ, സ്തോത്രം, ദൈവത്തെ ആരാധിക്കുകയാണ്. ആ യാഗത്തെ ദൈവം സുഗന്ധമായി കണ്ട് ആ സുഗന്ധം ഏറ്റെടുത്തിട്ട് ദൈവം മഴവില്ലിന് വെച്ച് നോഹയെ അനുഗ്രഹിക്കുകയുണ്ടായി. സുഗന്ധമെങ്കിൽ അനുഗ്രഹമുണ്ട്, സ്തോത്രം. എന്നാൽ നാറ്റമുണ്ടെങ്കിൽ, കയ്പിന്റെ, പകയുടെ, ക്ഷമയില്ലായ്മയുടെ ആരാധനയാണെങ്കിൽ അത് നാറ്റമാണ്. അയ്യോ, പഴയ നിയമം പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 24-25 വാക്യത്തിൽ കർത്താവ്, സ്തോത്രം, ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു, നീ യാഗപീഠത്തിലേക്ക് നിന്റെ യാഗവസ്തു കൊണ്ടുവരുന്നതിന് മുൻപ് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, നീ പ്രാർത്ഥിപ്പാൻ വേണ്ടി കടന്നു വരുമ്പോൾ, നീ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ, നിന്റെ വഴിപാടുമായി നീ കടന്നു വരുമ്പോൾ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്മേൽ മുൻപേ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. അർത്ഥം ക്ഷമിക്കുക. ഒന്നാമത് പോയി ബന്ധുക്കളോട് നിരന്നുകൊള്ളുക. ഒന്നാമത്, സ്തോത്രം, നിനക്ക് കലിപ്പായിരിക്കുന്ന അവരോട് നിരന്നുകൊള്ളുക. എന്നാൽ മാത്രമേ നിന്റെ പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കത്തുള്ളൂ. ഓ, എന്തൊരു ശാന്തത! ഞാൻ റിയലി പ്രതീക്ഷിച്ചതാ. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകണമെങ്കിൽ, വർഷങ്ങളായി തള്ളുന്നു, പക്ഷെ ഇന്നും പഞ്ചറാണ്, സ്റ്റാർട്ടാകുന്നില്ല. കാരണം, സ്തോത്രം, നിന്റെ അകത്ത് കയ്പുള്ളത് കൊണ്ട് നിനക്ക് ആരോടോ ക്ഷമിപ്പാനുണ്ട്. അഗ്നിജ്വാലക്കത്തെ കണ്ണോട് കൂടിയവനായ കർത്താവ് പറയുന്നു, നിനക്ക് ആരോടോ ക്ഷമിപ്പാനുണ്ട്. കാരണം അവൻ മാറയുടെ ദൈവം അല്ല, അവൻ മാറയെ മധുരമാക്കുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഹൃദയങ്ങൾ ദൈവകൃപയാൽ, സ്തോത്രം, വ്യത്യാസപ്പെടട്ടെ. ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടാകട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നമ്മളെ കാര്യമോ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ, നമ്മുടെ കാര്യം പറഞ്ഞേ. നമ്പർ 2, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിനക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകും. സ്തോത്രം. ക്ഷമയില്ലാത്തവന് ആരോഗ്യ പ്രശ്നമുണ്ട്. അസ്ഥിക്ക് തേയ്മാനം എന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. അസ്ഥികൾ ദ്രവിക്കുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. എനിക്ക് 38 വയസ്സേ ഉള്ളൂ എന്ന്, പക്ഷേ എൻ്റെ അസ്ഥിക്ക് 52 വയസ്സായി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബി കെയർഫുൾ. ക്ഷമിക്കുന്ന ഹൃദയമാണോ നിനക്കുള്ളതെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കിയാട്. യൂട്യൂബിൽ ദൂത് കിടക്കും, പക്ഷെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ. സദൃശവാക്യം 15:30, സദൃശവാക്യം 17:22, സങ്കീർത്തനം 32:3, സദൃശവാക്യം 12:25, സദൃശവാക്യം 15:13. ഈ വാക്യങ്ങളെല്ലാം പറയുന്നു, ക്ഷമിക്കാത്ത ഹൃദയം നിനക്കുണ്ട് എങ്കിൽ അത് അസ്ഥികൾക്ക് ദ്രവത്വമാണ്. എത്ര വലിയ രോഗശാന്തിക്കാരൻ നിന്റെ തലയിൽ കൈവച്ച്, എത്ര വലിയ ദൈവദാസന്മാർ നിന്റെ തലയെ മുഴുവൻ കഷണ്ടി ആക്കിയായാലും, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന രോഗം ഇറങ്ങിപ്പോകണമെങ്കിൽ നിനക്ക് പുറത്തല്ല, നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന കയ്പ് മാറിയേ പറ്റത്തുള്ളൂ. ക്ഷമിക്കുന്ന ഹൃദയത്തിന് മാത്രമേ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയാത്തുള്ളൂ. ടച്ചിലും ഫയറിലും പമ്പരം പോലെ കറങ്ങുന്നതിലും ഫാളിങ് ഡൗണിലുമല്ല ശക്തി വ്യാപരിക്കുന്നത്. മനുഷ്യൻ പുറമെയുള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. ക്ഷമിക്കുക. ദൈവം മനഃപൂർവ്വം നിന്നോട് ക്ഷമിച്ചു എങ്കിൽ മറ്റുള്ളവരോടും നീയും ക്ഷമിച്ചാട്. സ്തോത്രം. സങ്കീർത്തനം 32:3 നോക്കിയാട്. സങ്കീർത്തനം 32:3, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ മിണ്ടത്തില്ല. സ്തോത്രം. വല്ലവനോടും വല്ല കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയത്തില്ല. നമ്മളിങ്ങനെ, സ്തോത്രം, രാജവമ്പാല സ്റ്റൈലിൽ കരിമൂർക്കനെ പോലെ, പാവം പോലെ പത്തിയെല്ലാം മടക്കി അകമേ കൊണ്ട് നടക്കും. മിണ്ടത്തില്ല. ബ്രദറെ, ഓ, മിണ്ടത്തില്ല. പക്ഷേ അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ നിനക്ക് തന്നെ കുഴപ്പമാണ്, നിനക്ക് തന്നെ പ്രശ്നമാണ്. നിത്യമായ ഞരക്കം, നിത്യം, ദാറ്റ് മീൻസ് അത് പെർമനന്റ് ആണ്. നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. വീണ്ടും സദൃശവാക്യം 12:25 വായിക്കുമ്പോൾ, സദൃശവാക്യം
വാക്യം 12-25 വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. ഇന്നലെ നാഗർകോവിലേക്ക് പോകുന്ന സകല ട്രെയിനിങ് ക്യാൻസൽ ചെയ്തെന്ന് കേട്ടു. കാരണം മണ്ണ് ഇടിഞ്ഞു. എന്നാൽ മണ്ണിടിഞ്ഞതല്ല ഞാൻ പറയുന്നത്, മനസ്സ് ഇടിയുന്നു. മനസ്സിടിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ പാത സ്റ്റക്കായി. അർത്ഥം നീ ഡിപ്രഷനിലാണ്, നീ നിരാശയിലാണ് ജീവിക്കുന്നത്. നീ കൈയടിക്കുന്നുണ്ടായിരിക്കും, ബഹളമുണ്ടായിരിക്കും, മനസ്സ് ഇടിഞ്ഞു കിടക്കുകയാണ്. മനസ്സിടിഞ്ഞു കിടക്കുന്നത് ആരോടോ നിനക്ക് ക്ഷമിപ്പാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് ആരോ തലയിൽ കൈവെക്കുന്നത് കൊണ്ടല്ല, ആരോ ഭത്സിക്കുന്നത് കൊണ്ടല്ല, പകരം സ്തോത്രം മനഃപൂർവമായി സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നീ അവരോട് ക്ഷമിക്കുമ്പോൾ സകല രോഗത്തിന്റെ കെട്ടുകളും നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഇഴഞ്ഞു പോകുന്ന വിഷജന്തു എന്നതുപോലെ സകല രോഗശക്തികളും യേശുവിൻ നാമത്തിൽ നിന്റെ അസ്ഥിയിൽ നിന്ന്, നിന്റെ മനസ്സിൽ നിന്ന്, നിന്റെ ശരീര അവയവങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്ഷമിക്കുന്നത് അതൊരു വിടുതലാണ്. ക്ഷമിക്കുന്നത് അത് വിടുതലാണ്. സ്തോത്രം. മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, അത് മാലിന്യമാണ്. ക്ഷമിക്കാത്ത ദൈവമക്കളാണെങ്കിൽ നിന്നെ മാലിന്യമുള്ളവൻ എന്നാണ് തമ്പുരാൻ പറയുന്നത്. എബ്രായ ലേഖനം 12-15 വാക്യം വായിക്കുമ്പോൾ, എബ്രായർ 12-15, വല്ല കയ്പുള്ള സ്തോത്രം വേരും മുളച്ചിട്ട് മലിനപ്പെടുന്നു എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. മലിനപ്പെടുന്നു. തിരുവനന്തപുരത്ത് 2 തോട് പോകുന്നുണ്ട്. ഒന്ന് സ്തോത്രം പാർവതി പുത്തനാർ. കഴിഞ്ഞിടയ്ക്കാരണ്ടൊക്കെ അത് ക്ലീൻ ചെയ്തു എന്ന് കേട്ടു. പാർവതി പുത്തനാർ. എന്നാൽ ഭയങ്കര നാറ്റം പിടിച്ചു കിടക്കുന്ന ഒരു കേസുണ്ട്. അതിന്റെ പേരാണ് ആമയിഴഞ്ചാൻ തോട്. എത്ര പേർ കേട്ടിട്ടുണ്ട് ആമയിഴഞ്ചാൻ തോട്? ഹല്ലേലൂയ. ഉറങ്ങിയിരുന്നാലും അതുവഴി വണ്ടിയിൽ പോകുമ്പോൾ നമുക്കറിയാം, ഓഹോ ആമ ഇഴഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം സ്തോത്രം അതിന്റെ സൈഡിലൂടെ പോകുമ്പോൾ നല്ല നാറ്റമായിരിക്കും. അതിന്റെ മുകളിൽ കിടക്കുന്നത് കുറെ ആഫ്രിക്കൻ പായൽ പോലെയുള്ള കുറെ ചപ്പും ചവറുമാണ്. അത് സഹിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. അതിന് ചുറ്റുപാട് ആരെങ്കിലും പറക്കുന്നെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അവർക്ക് രോഗം വരാതെ സൂക്ഷിക്കട്ടെ. കാരണം ഭയങ്കര നാറ്റമാണ്. പല പാസ്റ്റർമാര് ഭയങ്കര നാറുന്നവരാണ്. പല വിശ്വാസികൾ ഭയങ്കര നാറ്റമാണ്. ദൈവത്തിന് വരെ ഒരു പരിധിക്കപ്പുറം അനുഗ്രഹിപ്പാൻ കഴിയത്തില്ല, ഉപയോഗിപ്പാൻ കഴിയത്തില്ല. കാരണം അവന്റെ പുറമേ വന്ന് ഫുൾ സ്ലീവ് ഷർട്ട് ആയിരിക്കാം, മീശയില്ലാത്ത മുഖമായിരിക്കാം, ആഭരണമില്ലാത്ത ശരീരമായിരിക്കാം, പക്ഷേ ഹൃദയത്തിൽ മുഴുവൻ കയ്പാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ളത്, ആലൂക്കാസിനെ കാണുമ്പോൾ കുരിശു വരയ്ക്കണം, ആലപ്പാട്ടിൽ നിന്ന് അകന്ന് നടക്കണം എന്നല്ല. ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണ് എങ്കിൽ നിന്റെ ജീവിതം വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതാകട്ടെ. കൈയടിക്ക്, നന്നായി കൈയടിച്ചേ. കൈക്ക് വേദനയില്ലല്ലോ. കമാൺ. ഹല്ലേലൂയ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് ദൈവകൃപ വിട്ട് പിന്മാറുന്നു. അകത്തെ കയ്പും കൊണ്ട് വർഷങ്ങളായി ജീവിക്കുന്നവർക്കൾക്ക് നീ പിന്മാറ്റത്തില്ലെന്ന് ബൈബിൾ പറയുന്നു. നീ വിശ്വാസിയല്ല, നീ മുന്നേറ്റത്തിലല്ല, നീ പിന്മാറ്റത്തിലാണ്. ആരും ദൈവകൃപ വിട്ട് പിന്മാറിയിട്ട് വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് കലക്കമുണ്ടാക്കി, കയ്പുള്ളത് കൊണ്ടാണ് കലക്കമുണ്ടാക്കുന്നത്. അനേകർ അതിനാൽ മലിനപ്പെടുന്നു. ക്ഷമിക്കാത്ത ഹൃദയമാണെങ്കിൽ അത് മാലിന്യം. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, മാലിന്യം നീക്കിയാട്ടെ. പെട്ടെന്ന് പറ, മാലിന്യം നീക്കിയാട്ടെ. തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു, ആമയിഴഞ്ചാൻ തോടിനെ അവർക്ക് വറ്റിപ്പാൻ താല്പര്യമുണ്ടെന്ന് ആരാണ്ട് എന്നോട് പറഞ്ഞു. എനിക്കറിയത്തില്ല. ഞാൻ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ കയറിയിട്ട് വർഷങ്ങളായി. സ്തോത്രം. എന്നാൽ അവരത് വറ്റിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിടന്ന് നാറുന്നതെല്ലാം ഒരിക്കലും സ്തോത്രം ഇനിമേലാൽ പൊങ്ങി വരാതെ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ നമുക്കതിനെ വറ്റിച്ചു കളയാം. Every spirit of bitterness, എല്ലാ കയ്പിന്റെ ആത്മാവ്, എല്ലാ സ്പിരിറ്റ് ഓഫ് അൺഫോർഗിവ്നെസ്, ക്ഷമിക്കാത്ത മണ്ഡലങ്ങൾ, ക്ഷമിക്കാത്ത അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത് അതർ പാർട്ടിക്കല്ല, മറ്റുള്ളവർക്കല്ല. അത് നിനക്ക് വിടുതലാണ്, നിനക്ക് സൗഖ്യമാണ്, നിനക്ക് സ്വാതന്ത്ര്യമാണ്. ശക്തന്മാർക്ക് മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. ജയിച്ചവർക്ക് മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വീണ്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ, നാലാമത്തെ ഡേഞ്ചറായി എനിക്ക് പറയാനുള്ളത്, ക്ഷമിക്കുന്നില്ലെങ്കിൽ അത് ദുരാത്മാക്കൾ കയറി വരുന്ന ഒരു വാതിലായിരിക്കുക. ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്തോത്രം, അത് ദുരാത്മാക്കൾക്ക് കയറി വരുവാൻ ഒരു വാതിലായിരിക്കും. ഈ ഹാളിൽ കയറാൻ വലിയ അളവിൽ 2 വാതിലുണ്ട്. ഇതുപോലെ തന്നെ സ്തോത്രം, അതെ നിങ്ങൾ ക്ഷമിക്കാത്ത ഹൃദയമായി നടക്കുന്നു എങ്കിൽ മനസ്സിലാക്കണമേ, സ്തോത്രം, ദുരാത്മാക്കളുടെ വാടക വീടായി നിങ്ങൾ തീരും. ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വാസികളിൽ നിന്ന് ഭൂതം പോകുന്നത്. റിയലി ഒരു സ്ഥലത്തല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ. എങ്ങനെയാണ് വിശ്വാസികളിൽ നിന്ന് ഭൂതം പോകുന്നത്?
അയ്യോ, കുറുന്തോട്ടിക്ക് എങ്ങനെയാ വാദം പിടിക്കുന്നത്? കുറുന്തോട്ടി വാദത്തെ മാറ്റുന്ന മരുന്നാണല്ലോ. എങ്ങനെയാ ചങ്ങലയ്ക്ക് ഭ്രാന്തുണ്ടാക്കുന്നത്? ചങ്ങല, സ്തോത്രം, ഭ്രാന്തന്മാരെ കെട്ടുന്നതാണല്ലോ. ഭ്രാന്തന്മാരെ തളയ്ക്കുന്ന ചങ്ങലയ്ക്ക് ഭ്രാന്തോ? ചങ്ങലയ്ക്കാണോ ഭ്രാന്തുണ്ടാക്കുന്നത്? കുറുന്തോട്ടിക്കാണോ വാദമുണ്ടാക്കുന്നത്? വിശ്വാസിയെ ദൈവമാക്കിയിരിക്കുന്നത് പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമായിട്ടല്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വാസി ഭൂതത്തെ പുറത്താക്കണം. വിശ്വാസി ഭൂതത്തെ പുറത്താക്കണം. ഏതോ VVIP പാസ്റ്റർ അല്ല സ്തോത്രം ഭൂതത്തെ പുറത്താക്കേണ്ടത്. ഏതോ സെലിബ്രിറ്റി പ്രീച്ചർ അല്ല ഭൂതത്തെ പുറത്താക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തർ തിരുവനന്തപുരം പട്ടണത്തിന്റെ തെരുവിൽ നടന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സഹായത്തിൽ ഇൻ ജീസസ് നെയിം സകല ഭൂതങ്ങളെയും നിങ്ങൾ പുറത്താക്കണം. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ഈ ആരെയോടെങ്കിലും കൈപ്പുണ്ടെങ്കിൽ സംഭവിക്കുന്നതായ കാര്യം, that is an entrance to the invasions of demonic forces of darkness into your life. സ്തോത്രം. ദുരാത്മ ശക്തികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ കാരണമാകുന്നു. നിങ്ങളെ അവർ പർപ്പസിൽ ഉപദ്രവിച്ച് കാണും, ശരിയാണ്. നിങ്ങൾക്കെതിരെ അവരെ പാരവച്ച് കാണും, ശരിയാണ്. പക്ഷേ ഇൻ ജീസസ് നെയിം ചേമ്പിലയിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്നത് പോലെ അത് വരുന്ന വേഗതയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ അടിച്ചെടുത്ത ഹെലികോപ്റ്റർ ഷോട്ടിന്റെ വേഗതയിൽ പുറത്ത് കളഞ്ഞാട്ടെ. സ്തോത്രം. ആ കയ്പ് നിങ്ങളുടെ മേൽ ഓടരുത്. ആ കയ്പ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, ആ അൺഫോർഗിവ്നെസ് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നാൽ, ആ ക്ഷമിക്കാത്ത അനുഭവം കടന്നു വന്നാൽ മറന്നുപോകല്, ഒരു ദുരാത്മ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വരുന്നു. ആ ദുരാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ അവൻ മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും അല്ലാതെ കടന്നു വരുന്നത് ഇല്ല. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഡാമേജ് ആക്കുന്നു. എഫെസ്യലേഖനം 4-ാം അധ്യായം 27, 31, 32 വാക്യങ്ങൾ അങ്ങനെ പറയുന്നു. 27-ാം വാക്യം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആർക്ക് ഇടം കൊടുക്കല്ലേ? പിശാചിന് ഇടം കൊടുക്കരുത്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ആർക്ക്? കമാൺ. അവൻ അടുത്ത് തന്നെ ഉണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്നാലേ അവൻ പോകത്തുള്ളൂ. ആർക്ക് ഇടം കൊടുക്കല്ലേ? പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെ? എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. 32-ാം വാക്യം. സ്തോത്രം. നിങ്ങൾ തമ്മിൽ മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയും, ദൈവം എന്നോട് ക്ഷമിച്ചു, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ? അതേ എമൗണ്ടിൽ, അതേ വേഗതയിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ സ്തോത്രം. അതേ അന്യോന്യം ക്ഷമിപ്പീൻ, അന്യോന്യം ക്ഷമിപ്പീൻ. അതുകൊണ്ട് ക്ഷമിക്കുന്നത് അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ക്ഷമിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പരിരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പല രോഗങ്ങൾ പോകാത്തത്. ക്ഷമിക്കുന്നത് അത് വിശുദ്ധിയാണ്, അത് മാലിന്യം അല്ല. സ്തോത്രം. ക്ഷമിക്കുമ്പോൾ പിശാചിന്റെ ക്ലെയിം, സാത്താൻ കയറി വരുന്ന വാതിലുകൾ സ്തോത്രം അടയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം ക്ഷമിച്ചാട്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്തോത്രം ഒരു ഉപമ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പത്രോസിന് ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് 16-ാം അധ്യായത്തിൽ ഒരു അപ്രീസിയേഷൻ കൊടുത്തിട്ട് 18-ാം അധ്യായത്തിൽ പത്രോസ് വന്നിട്ട് ഈ പ്രകാരം ചോദിക്കുന്നു, ഞാൻ സഹോദരൻ എന്നോട് പിഴച്ചാൽ സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര പ്രാവശ്യം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് കോളറൊക്കെ പൊക്കി തലക്കനത്തോടെ പത്രോസ് ചോദിക്കുകയാണ്. സ്തോത്രം. ഒരു ട്രാൻസ്ലേഷനിൽ ഇന്നലെ രാത്രി ഞാൻ കണ്ടത്, സ്തോത്രം, സഹോദരൻ എന്നോട് പിഴച്ചാൽ 7 വട്ടം ഞാൻ ക്ഷമിച്ചാൽ മതിയോ? തമ്പുരാൻ പറഞ്ഞത് 70 വട്ടം. 70 വട്ടം. സ്തോത്രം. അതെ, 70 വട്ടമല്ല, 70 വട്ടം. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഈ ഡയമെൻഷനിൽ ചിന്തിക്കാം. സ്തോത്രം. അതെ, 7 ഗുണം 70 എത്രയാണ് മക്കളെ? മാത്തമാറ്റിക്സിൽ ഞാൻ അത്ര നല്ലതെന്ന് തോന്നുന്നു. പറ, 7 ഗുണം 70 എത്രയാണ്? 490 പ്രാവശ്യം. 490 പ്രാവശ്യം. പക്ഷെ ലൂക്കോസ് 17:4 പറയുന്നു, ഈ 490 പ്രാവശ്യം ജീവിതത്തിൽ 99 വയസ്സ് വരെ നിങ്ങൾ ക്ഷമിക്കണമെന്നല്ല, ഒരു ദിവസം. സ്തോത്രം. മത്തായി സുവിശേഷം ലൂക്കോസ് സുവിശേഷം 17:4 പറയുന്നു, ദിവസം 490 പ്രാവശ്യം ഒരു വ്യക്തിയോട് ക്ഷമിക്കണം. ലൂക്കോസ് 17:4 ഒന്ന് വായിക്ക്. സ്തോത്രം. ലൂക്കോസ് 17:4 വായിക്കുമ്പോൾ, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി. പറഞ്ഞാട്ടെ, എല്ലാവരും പറയാം,
ഡെയിലി സ്തോത്രം, ഡെയിലി 490 പ്രാവശ്യം ഒരുത്തൻ നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയാൽ സ്തോത്രം, അവിടെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 70 വട്ടം സ്തോത്രം, 70 വട്ടം എന്ന ടേം തന്നെയാണ് ഒറിജിനൽ ടെക്സ്റ്റിൽ. മലയാളത്തിൽ അല്പം ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ 490 എന്ന് തന്നെയാണ്, 70 വട്ടം എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതി കാണുന്നത്. ഡെയിലി സ്തോത്രം 70 വട്ടം. കാരണം കർത്താവ് പറഞ്ഞതായ ഉപമ ഇതാണ്. കേക്ക്, ഒരു മനുഷ്യൻ 10,000 താലന്ത് ഒരുവന് സ്തോത്രം അതേ രാജാവിനോട് കടപ്പെട്ടിരിക്കുന്നു. 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 210 ലക്ഷം കോടി രൂപ. 210 ലക്ഷം കോടി രൂപ. ആരെങ്കിലും ചിന്തിച്ചോ? തിരുവനന്തപുരത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലുത്, ഈ പട്ടണത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലുത് 210 ലക്ഷം കോടി രൂപ. ആരെന്നോട് പറഞ്ഞു, സ്തോത്രം, ബിൽ ഗേറ്റ്സിന്റെ മുഴുവൻ സമ്പത്തിനേക്കാൾ, ലോകത്തിലെ വലിയ പണക്കാരനായിരുന്ന ബിൽ ഗേറ്റ്സിന്റെ സമ്പത്തിന്റെ 8/1 210 ലക്ഷം കോടി രൂപ. അത്ര വലുത് രാജാവ് ഈ മനുഷ്യനോട് ക്ഷമിച്ചു. അവൻ സ്തോത്രം അവിടെ നിന്ന് പുറത്തു പോകുമ്പോഴേക്കും തൊട്ടപ്പുറത്ത് സ്തോത്രം 1 ലക്ഷം രൂപ മറ്റവൻ എവന് കൊടുക്കണമായിരുന്നു. എവന് 210 ലക്ഷം കോടി രൂപ ക്ഷമിച്ചിട്ടാണ് അവൻ പുറത്തു പോയത്. ഒറിജിനൽ ടെക്സ്റ്റിൽ അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച് സ്തോത്രം അതെ 10,000 താലന്ത് ക്ഷമ കിട്ടിയിട്ടാണ് അവൻ പോയത്. പക്ഷെ മറ്റവൻ 1 ലക്ഷം രൂപ ക്ഷമിക്കാനുള്ളത് കൊണ്ട് അവന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. ദൂത് ഇതാണ്, ദൈവം നിന്നോട് ഒത്തിരി ക്ഷമിച്ചു, ദൈവം നിന്നെ ഒത്തിരി സഹിച്ചു. നിനക്കറിയാം സ്തോത്രം, നിന്റെ ഒറിജിനൽ സാക്ഷ്യം ആരും കേട്ടിട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നിന്റെ യഥാർത്ഥ സാക്ഷ്യം, നീ പാരഫ്രൈസായി നല്ല കാര്യം മാത്രമേ മറ്റുള്ളവരടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിന്റെ എന്നെ തുറച്ചു നോക്കല്ലേ, ഞാൻ പേടിക്കത്തില്ല. റിയലി സ്തോത്രം, അതെ, നിന്റെ ഒറിജിനൽ സാക്ഷ്യം ആരും കേട്ടിട്ടില്ല. നിന്റെ ഒറിജിനൽ സാക്ഷ്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ടും തമ്പുരാൻ ഒത്തിരി നിന്നെ സഹിച്ചു, ഒത്തിരി നിന്നോട് ക്ഷമിച്ചു. അതുകൊണ്ട് അധികം വാങ്ങിയവൻ അധികം കൊടുത്തു തന്നെ ആകണം. അധികം വാങ്ങിയവൻ മറ്റുള്ളവരോട് അധികം കൊടുത്ത് തന്നെയാകണം ക്ഷമിക്കുക. അതും നിനക്ക് വിടുതലായിരിക്കുക. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ക്ഷമിക്കണം. പറഞ്ഞാട്ടെ, ഞാൻ ക്ഷമിക്കണം. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കയറിയ ഉടനെ സ്തോത്രം ആരംഭത്തിൽ അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ നോക്കി സ്തോത്രം, ആരോടാണ് കർത്താവ് ക്ഷമിക്കേണ്ടത്? ആരോടാണ് കർത്താവ് ക്ഷമിപ്പാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? ക്രൂശിൽ 3 പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്തോത്രം, തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മളെല്ലാം കേൾക്കുവാൻ വേണ്ടി പോകുകയാണ് കർത്താവ് അനുവദിച്ചാൽ. 3 പ്രാർത്ഥനകളാണ് ക്രൂശിലുള്ളത്. ഒന്നാമത്തെ പ്രാർത്ഥന ദ പ്രേയർ ഓഫ് കൺസേൺ. അതാണ് ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കരുതലിന്റെ പ്രാർത്ഥന. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പ്രാർത്ഥന? കരുതലിന്റെ പ്രാർത്ഥന. രണ്ടാമത് ക്രൂശിൽ വെളിപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയുണ്ട്, ദ പ്രേയർ ഓഫ് കംപ്ലൈന്റ്. പരാതിയുടെ പ്രാർത്ഥന. എന്തോ പ്രാർത്ഥന? പരാതിയുടെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന ദ പ്രേയർ ഓഫ് കമ്മിറ്റൽ. സമർപ്പണത്തിന്റെ പ്രാർത്ഥന. എന്തോ പ്രാർത്ഥന? പ്രേയർ ഓഫ് കമ്മിറ്റൽ, സമർപ്പണത്തിന്റെ പ്രാർത്ഥന. ദ പ്രേയർ ഓഫ് കൺസേൺ, ദ പ്രേയർ ഓഫ് കംപ്ലൈന്റ്, ദ പ്രേയർ ഓഫ് കമ്മിറ്റൽ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കൺസേൺ, കരുതലിന്റെ പ്രാർത്ഥന. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പരാതിയുടെ പ്രാർത്ഥന. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. സമർപ്പണത്തിന്റെ പ്രാർത്ഥന. ഇവിടെ ഇതാ സ്തോത്രം, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആരോടാണ് കർത്താവ് ക്ഷമിച്ചത്? നമ്പർ 1, ഒന്നാമതായി ഞാൻ പറയട്ടെ, സ്വന്തം ജനത്തോട് കർത്താവ് ക്ഷമിപ്പാൻ പിതാവിനോട് അപേക്ഷിക്കുകയാണ്. കാരണം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അബ്രഹാമിന്റെ വംശാവലി അനുസരിച്ച്, ദാവീദിന്റെ വംശാവലി അനുസരിച്ച് സ്വന്തമാകുന്ന യഹൂദ ജനത്തിന്റെ അടുക്കലേക്കാണ് യേശു വന്നത്. പക്ഷേ സ്വന്തം ജനം യേശുവിനെ കൈക്കൊണ്ടില്ല. സ്വന്തം ജനം അവനെ അംഗീകരിച്ചില്ല. അവന്റെ കാര്യം പറയാൻ മാത്രമല്ല ഞാൻ പറയുന്നത്, സ്തോത്രം, ഞാൻ നിൽക്കുന്നത് നിന്റെ കാര്യവും കൂടെ പറയുകയാണ്. നിന്റെ സ്വന്തം ജനം നിന്നെ അംഗീകരിക്കുന്നില്ല. നിന്റെ സ്വന്തം സഭ നിന്നെ അംഗീകരിക്കുന്നില്ല. നിന്റെ സ്വന്തം വീട്ടുകാർ, ബന്ധുക്കൾ നിന്നെ അംഗീകരിക്കുന്നില്ല. അയ്യോ, ഇത് തിരസ്കരണത്തിന്റെ ലോകമാണ്. ഇത് എങ്ങനെ ജീവിച്ചാലും അംഗീകരിക്കാത്ത ലോകമാണ്. ഇത് ശവപ്പെട്ടിക്ക് പൂ വച്ചിട്ട് പുള്ളി കൊള്ളാം, നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ എന്ന് പറവാൻ കാത്തിരിക്കുന്ന ലോകമാണ്. നീ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക്
പ്രത്യേകതയെ കല്ലെറിയുന്നതായ ലോകമാണ്. എന്നാൽ മനസ്സിലാക്കണമേ, അവരോട് ക്ഷമിക്കണമേ, അംഗീകരിക്കാത്തവരോട് ക്ഷമിക്കണമേ. എന്നെ നോക്കി കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ എന്നാണല്ലോ യഹൂദന്മാർ പറഞ്ഞത്. ക്രൂശിപ്പാൻ ഏൽപ്പിക്കുന്നവരോട് സ്തോത്രം അവിടുന്ന് ക്ഷമിക്കണമേ. ഒരു ദിവസം വൃക്ഷങ്ങളെല്ലാം കൂടെ ദൈവത്തിന് മുൻപിൽ ഒരു പരാതിയുമായി കടന്നുപോയി. വൃക്ഷങ്ങളെല്ലാം കൂടെ ദൈവത്തിന് മുൻപിൽ പരാതിയുമായി പോയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങളെ ഒരു കോടാലി വന്ന് വെട്ടി നശിപ്പിക്കുന്നു. കോടാലി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. സൈഡിൽ ഇരിക്കുന്നവർ നോക്കല്ലേ. സ്തോത്രം. അതെ, കോടാലി കണ്ടിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. ഞങ്ങളെ കോടാലി വന്നിതാ സ്തോത്രം അതെ വെട്ടി നശിപ്പിക്കുന്നു എന്ന് ദൈവത്തോട് വൃക്ഷങ്ങളെല്ലാം സ്തോത്രം പരാതി പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, കോടാലി വെറുതെ വന്ന് ചുമ്മാതിരുന്ന് ഒറ്റയ്ക്ക് വന്ന് വെട്ടി നശിപ്പിക്കത്തില്ല. കോടാലി വരുന്നെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തുണ്ടായിരിക്കും? ഒരു കോടാലി കൈ ഉണ്ടായിരിക്കും. ഒരു കോടാലി കൈ ഉണ്ടായിരിക്കും. ആ കോടാലി കൈ എന്ന് പറയുന്നത് അത് മരത്തിൻ്റെ, വൃക്ഷത്തിൻ്റെ ഭാഗമാണ്. നിന്റെ തന്നെ ഒരു ഭാഗം നിനക്കെതിരെ സ്തോത്രം അതെ ചലിക്കുകയാണ്. നിന്റെ തന്നെ ഭാഗം നിനക്കെതിരെ ചലിക്കുകയാണ്. നിനക്ക് പ്രശ്നം നിന്റെ അകത്ത, നിന്റെ തന്നെ ഒരു ഭാഗം ഒരു കൈയായി, ഒരു കൈ സഹായിക്കുക. സ്തോത്രം എന്ന് അവർ പറയുമ്പോൾ അതെ, ഒരു കൈ തന്നെ. പക്ഷേ സ്വന്തം ജനം ഒരു കോടാലി കൈയായി നിൽക്കുമ്പോൾ, സ്വന്തം ജനം ഒരു കോടാലി കൈയായി നിനക്കെതിരെ നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ പോവാ. സ്വന്തം ജനം അണയ്ക്കേണ്ടവർ തന്നെ അടിക്കുമ്പോൾ, ഉയർത്തേണ്ടവർ തന്നെ താഴ്ത്തുമ്പോൾ, മുറിവ് കെട്ടേണ്ടവർ തന്നെ മുറിവേൽപ്പിക്കുമ്പോൾ, സ്തോത്രം സ്വന്തം ജനം കോടാലി കൈയായി നിൽക്കുമ്പോൾ നമുക്ക് പറയാം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വന്തം ജനത്തോട് കർത്താവ് യേശു ക്രിസ്തു ക്ഷമിച്ചു. സ്വന്തം ജനത്തോട് യേശു ക്ഷമിച്ചെങ്കിൽ അതേ സ്തോത്രം നിന്റെ സ്വന്തം ജനം തന്നെ അംഗീകരിക്കാത്ത സ്വന്തം ജനത്തോട് സ്തോത്രം അതെ സ്വന്തം ജനത്തോട് ദൈവകൃപയാൽ ക്ഷമിച്ചാട്ടെ. അടുത്തിരിക്കുന്ന നോക്കി പറ, സ്വന്തക്കാരോട് ക്ഷമിക്കാം. പെട്ടെന്ന് പറഞ്ഞേ, സ്വന്തക്കാരോട് ക്ഷമിക്കാം. നമ്പർ 2, രണ്ടാമത് വേദപുസ്തകം പറയുന്നു, സ്വന്തം കുടുംബത്തോട് കർത്താവ് ക്ഷമിച്ചു. സ്വന്തം ഫാമിലി യേശുവിനെ അംഗീകരിച്ചതേ ഇല്ല. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്വന്തം വീട്ടുകാർ യേശുവിന്റെ അഭിഷേകത്തെയും ശുശ്രൂഷയും അംഗീകരിച്ചില്ല. 7:5 പറയുന്നു, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവരിതാ സ്തോത്രം അവന്റെ അത്ഭുതങ്ങളെ കളിയാക്കിയാണ്, അവന്റെ ശുശ്രൂഷയെ കളിയാക്കിയാണ്, അവന്റെ പേരും പ്രശസ്തിയും സ്തോത്രം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം സഹോദരന്മാർ അവന് വിശ്വസിച്ചില്ല, അവർ കളിയാക്കിയാണ്. നിങ്ങളുടെ വീട്ടിലും അത് തന്നെയായിരിക്കാം സ്ഥിതി. നിന്റെ അന്യഭാഷയെ വീട്ടുകാർ കളിയാക്കിയാണ്, നിന്റെ ബന്ധുക്കൾ നിന്റെ പ്രാർത്ഥനയെ കളിയാക്കിയാണ്, നീ സ്നാനപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ നിന്നെ കളിയാക്കിയാണ്. പക്ഷേ ഞാനൊരു കൊച്ചു വർത്തമാനം പറവാനല്ല, പകരം ദൈവകൃപയാൽ ഒരു ആലോചന പറയാൻ വേണ്ടി വരിക. ഹോൾഡ് ഓൺ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തെ മുറുകെ പിടിച്ചാട്ടെ, കാരണം നിന്നെ തൊട്ടവനായ ദൈവം അവരെയും തൊടുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. കാരണം തിരുവചനം പറയുന്നു, എല്ലാ വിശ്വാസികളായി ഭയങ്കര പ്രാർത്ഥന കവറിങ്ങിലല്ല യേശു കർത്താവ് ജനിച്ചു വളർത്തപ്പെട്ടത്. അയ്യോ എൻ്റെ വീട്ടുകാരെന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ വീട്ടുകാർ 2 ദിവസം ആഴ്ചയിൽ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ നന്നായിരുന്നു, എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ഇരിക്കുമെങ്കിൽ കൊള്ളായിരുന്നു, എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ഹോസന പാടിയെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമുക്ക് ആഗ്രഹം കാണാം. എന്നാൽ യേശുവിന് ഇതൊരു നന്മയോ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയില്ല. യേശുവിന് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടത്തില്ല, നീയും പ്രതീക്ഷിക്കല്ല. നിന്റെ വീട് എതിരായിരിക്കാം, യാക്കോബ് കുറ്റം പറയുന്നവനായിരിക്കാം, യൂദ അംഗീകരിക്കാത്തവനായിരിക്കാം, മറിയ മാത്രമായിരിക്കാം ആ ദൂതൻ ഇറങ്ങി വന്നത് കൊണ്ട് അല്പം സപ്പോർട്ട് നൽകുന്നത്. എന്നാൽ മനസ്സിലാക്കണമേ, ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ, ഇന്ന് കുറ്റം പറയുന്ന എന്റെ സഹോദരൻ യാക്കോബ്, നിന്നെ അംഗീകരിക്കാത്ത യൂദ, ദൈവത്തിന്റെ കൃപയാൽ ആ പക്ഷത്തല്ല നിൽക്കുന്നത്. നിന്നെ തൊട്ടവനായ കർത്താവ് സ്തോത്രം അവരെയും തൊടുവാൻ വേണ്ടി പോകുന്നു. നിന്നെ വിടുവിച്ചവനായ കർത്താവ് അവരെയും വിടുവിപ്പാൻ പോകുന്നു. കാരണം ബൈബിൾ പറയുന്നു, സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 16:31 വായിക്കുമ്പോൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. എത്ര പേർ ആമേൻ പറയുക? കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെ അംഗീകരിക്കാത്തവരായിരുന്നു ആ സഹോദരന്മാര്. പക്ഷെ കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം സഭാ ചരിത്രത്തിൽ നിങ്ങൾ കാണുവാൻ കഴിയും, അപ്പോസ്തല പ്രവൃത്തിയിലും കാണുവാൻ തക്കോടെ കഴിയും. യെരുശലേം ചർച്ചിന്റെ അപ്പോസ്തലനായി സ്തോത്രം യാക്കോബിനെ ദൈവമായി കർത്താവ് തിരഞ്ഞെടുത്ത് മാനിക്കുകയുണ്ടായി. ഈ യാക്കോബ് ആയിത്തീരുന്നു യേശുവിന്റെ സഹോദരൻ, മറിയയുടെ മകൻ. സ്തോത്രം. യാക്കോബ് യെരുശലേം ചർച്ചിന്റെ അധ്യക്ഷനായി. യൂദ മറ്റൊരു സഹോദരൻ, അവൻ ശക്തനായ മറ്റൊരു ദൈവത്തിന്റെ ദാസനായി. സോ യേശുവിന്റെ ഭവനം ദൈവദാസന്മാരുടെ ഭവനമായി തീർന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിന്റെ ഭവനം മിഷണറി ഭവനം ആയി തീർന്നു. ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അവർ കുറ്റം പറയുകയായിരിക്കും, ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ക്ഷമിച്ച്
ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ എനിക്ക് പറയാനുള്ളത്, അഭിഷേകത്തിനും നെടും തൂണുകളായി ചിലത് നിന്റെ രക്തബന്ധത്തിൽപ്പെട്ടത് ഇതാ പൊങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ഭവനത്തിൽ ശക്തന്മാരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ ഉയരുവാൻ വേണ്ടി പോകുന്നു. ഫാദർ forgive them, they do not know what they do. അവർ ഇന്നതെന്ന്, അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ അവരോട് ക്ഷമിച്ചാടെ. നമ്പർ 3, സ്തോത്രം. യഹൂദ മതാനുസാരികളോട് യേശു കർത്താവ് ക്ഷമിച്ചു. കാരണം യഹൂദ മതാനുസാരികൾ അവർ ദേവാലയത്തെ തീണ്ടിയവരാണ്. ദേവാലയത്തെ കച്ചവട കേന്ദ്രമാക്കി അവർ തീർത്തവരാണ്. ദൈവത്തിന്റെ ആരെയ മഹത്വത്തിന്റെ കേന്ദ്രം സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ മഹത്വം വന്നിറങ്ങി. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. 500 വർഷത്തിന് ശേഷം അത് തന്നെ ആവർത്തിച്ചു. മോശയുടെ സമാഗമന കൂടാരത്തിൽ മഹത്വം വന്നിറങ്ങി, മഹത്വം നിറഞ്ഞു കവിഞ്ഞതുപോലെ ശലോമോന്റെ ആലയത്തിലും മഹത്വം വന്നിറങ്ങി, മഹത്വം നിറഞ്ഞു കവിഞ്ഞു. ആ മഹത്വം എന്ന് പറയുന്നത് കർത്താവ് യേശു. കൊലോസ്യർ 1:27 മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു. സ്തോത്രം. സങ്കീർത്തനം 24:7, സങ്കീർത്തനം 24:9 ഈസ് ദ കിങ് ഓഫ് ഗ്ലോറി. അവൻ മഹത്വത്തിന്റെ രാജാവ്. സമാഗമന കൂടാരത്തിൽ മഹത്വമായി നിറഞ്ഞു കവിഞ്ഞവൻ, ശലോമോന്റെ ആലയത്തിൽ മഹത്വമായി നിറഞ്ഞു കവിഞ്ഞവൻ. അവൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്നപ്പോൾ സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്ത്, ആർക്ക് ഓഫ് ദ കവനന്റ്, അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ നിയമപെട്ടകം ഉണ്ടായിരുന്നതേ ഇല്ല. അവനവിടെ നിറവാൻ കഴിഞ്ഞില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപെട്ടകം ഇല്ലാത്ത കാലത്തായിരുന്നു കർത്താവ് ഈ ലോകത്ത് ഇറങ്ങി വന്നത്. സ്തോത്രം. അത് വേറൊരു പ്രസംഗം എനിക്ക് വിവരിപ്പാൻ നേരമില്ല. അവൻ മഹത്വമല്ല അവിടെ നിറഞ്ഞത്, പകരം അവിടെ നിറഞ്ഞത് കച്ചവടമാണ്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം കർത്താവ് ചാട്ടവാറെടുത്ത് ആ ദേവാലയത്തെ ലോക്ക്ഡൌൺ ചെയ്ത് ആ ദേവാലയത്തെ അടച്ചിട്ടത്. ദേവാലയത്തെ തീണ്ടിക്കളഞ്ഞവരായിരുന്നു കയ്യഫാവ്. സ്തോത്രം. അതെ, അന്നാസും കയ്യഫാവും ദേവാലയത്തെ തീണ്ടിക്കളഞ്ഞ് കർത്താവിന്റെ മഹത്വത്തെ പുറത്താക്കിയപ്പോൾ യേശുവിനോട് പറയാനുള്ളത്, സ്തോത്രം, ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ മഹത്വത്തെ പുറത്താക്കിയ പാസ്റ്റർമാരെ നിങ്ങൾ കാണുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ദൈവദാസന്മാർ നിങ്ങൾ കാണുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പടിയടച്ച് പിണ്ടം വെച്ചതായ വിശ്വാസികൾ നിങ്ങൾ കാണുന്നെങ്കിൽ, വേറെ ഒരു പ്രതികാരവും കയ്പും പകയും നീ എടുക്കരുത്. പകരം ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാണ്ട് അവരോട് ക്ഷമിക്കണമേ. അവരോട് ക്ഷമിക്കണമേ. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞാണ്ട് അവരോട് ക്ഷമിക്കണമേ. അവർക്ക് കച്ചവടമാണ് വലുത്. അവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. എങ്ങനെ സ്തോത്രം വെട്ടിമാറ്റാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. സ്തോത്രം. യേശുവിന് അറിയാം ഇവർക്ക് ഓരോ മാസം ഓരോ ആഴ്ച എന്താ കിട്ടുന്നതെന്ന് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു അവരോട് ക്ഷമിക്കണമേ. വീണ്ടും കർത്താവ് ക്ഷമിച്ചത് പുരുഷാരത്തോട് ക്ഷമിച്ചു. അപ്പോസ്തലർ 10:38, യോഹന്നാൻ സുവിശേഷം 6:1 വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ കടന്നു വരികയാണ്. വലിയ പുരുഷാരം യേശുവിന് പിന്നാലെ വന്നത് യേശുവിൽ നിന്ന് നന്മ കിട്ടും, നന്മ ചെയ്യാൻ, നന്മ അനുഭവിപ്പാൻ ജനം വരുന്ന. ഇന്നും നന്മയുള്ളത് കൊണ്ടാണ് സ്തോത്രം ഒത്തിരി പേർ ദൈവസഭയിൽ വരുന്നത്. ഓഫ്കോഴ്സ് ദൈവസഭ തിന്മയുടെ സ്ഥലമല്ല, ദൈവസഭ നന്മ വിളമ്പുന്ന സ്ഥലമായിരിക്കണം. ആമേൻ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമുക്ക് നന്മ മാത്രമേ വിളമ്പാവൂ. നമ്മൾ നന്മ മാത്രമേ വിളമ്പാവൂ. പറഞ്ഞേ, എന്താണ്? തിന്മയല്ല നിങ്ങൾ കൊടുക്കേണ്ടത്, പകരം നന്മയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നന്മ. സ്തോത്രം. ആ 2 പാസ്റ്റർമാരെ കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചു, അതെ, ചർച്ച് ഗ്രോത്തിന്റെ രഹസ്യം എന്താണ്? ഞാൻ പറഞ്ഞു, നന്മ വിളമ്പിയാൽ മതി. നീ നന്മ പറഞ്ഞാൽ മതി. നിന്റെ വായിൽ നന്മ, നിന്റെ കയ്യിൽ നന്മ. നിന്റെ വായിൽ നന്മ, നിന്റെ കയ്യിൽ നന്മ. നിന്റെ വായിൽ നന്മയുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ നന്മയുണ്ടെങ്കിൽ, നിശ്ചയം തകർന്നതും ഉടഞ്ഞതും ആർക്കും വേണ്ടാത്തതുമായ ജനം ദൈവത്തിന്റെ കൃപയാൽ കൂടി വരാം. അനുഭവിച്ചോ? റാമേൻ പറഞ്ഞാടെ. കമൺ, കൈയടിക്കുന്ന നേരെ കരങ്ങളടിച്ചേ. അപ്പോസ്തലർ പ്രവൃത്തി 10:38 വേദപുസ്തകം പറയുന്നു, he was doing good. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. വീണ്ടും യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ചെയ്യുന്ന വീരപ്രവൃത്തികളും അത്ഭുതങ്ങളും കണ്ടിട്ട് അത് നന്മയായതുകൊണ്ട് പുരുഷാരം യേശുവിന്റെ പിന്നാലെ കടന്നുപോയി. യേശു കർത്താവ് വചനം കൊടുത്തു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി വീരപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്തു. യേശു കർത്താവ് അപ്പം കൊടുത്തു. അപ്പം കിട്ടിയതുകൊണ്ട്, നന്മ കിട്ടിയതുകൊണ്ട് പുരുഷാരം യേശുവിന്റെ പിന്നാലെ കടന്നു വന്നു. സ്തോത്രം. എന്നാൽ പിന്നത്തേത് ഫാൻസ് എന്ന് സ്തോത്രം തെളിയുകയുണ്ടായി. ഫാൻസ് എന്താ? ഫാൻസും ഫ്രണ്ട്സും തമ്മിലുള്ള പ്രത്യേകത. ഫ്രണ്ട്സ് ആണെങ്കിൽ ഏത് കഷ്ടകാലത്തും നിന്റെ കൂടെ ഇരിക്കും. നിങ്ങൾ അനേകർ അങ്ങനെയാണ്. താങ്ക് യു. ഏത് കഷ്ടകാലത്തും ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. എന്നാൽ ഫാൻസ് നല്ല കാലത്ത് മാത്രമേ കൂടെ ഇരിക്കത്തുള്ളൂ.
കഷ്ടകാലമാകുമ്പോൾ നീരാവി പോലെ സ്തോത്രം അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുക. എന്നാൽ നോക്കണമേ, കർത്താവ് നന്മയാണ് കൊടുത്തത്. അപ്പം നന്മയായി കൊടുത്തു, സൗഖ്യം നന്മയായി കൊടുത്തു, വചനം നന്മയായി കൊടുത്തു. എന്നാൽ കഷ്ടകാലം വന്നപ്പോൾ അവർ സ്തോത്രം യേശുവിൽ നിന്ന് അകന്നു പോയി. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവമുണ്ടോ? ആ കല്യാണത്തിന് നിങ്ങളായിരിക്കും സഹായിച്ചത്, ആ നന്മ നിങ്ങളായിരിക്കും ചെയ്തത്, ആ ചെറുക്കന് നിങ്ങൾ കാരണമായിരിക്കും ജോലി ഉണ്ടായത്, അവർ വീട് വെച്ചത്, ആ ബന്ധുക്കൾ വീട് വെച്ചത് നിങ്ങളുടെ സഹായം കൊണ്ടായിരിക്കാം, അവർ മതിൽ കെട്ടിയത്, അവർക്ക് പല നന്മകൾ ഉണ്ടായത് നിങ്ങളിലൂടെയാണ്. ചെയ്യണം സഹോദരങ്ങളെ, ചെയ്തുകൊണ്ടേയിരിക്കണം. ആമേൻ പറ. ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയും തൃക്കൈ തുറക്കുമ്പോൾ അതേ നന്മ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുന്നത് പോലെ നിങ്ങളെ കൈ അയച്ച് നന്മ തന്നെ ചെയ്യണം. നന്മ ചെയ്യുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പക്ഷെ അവർ നിങ്ങളെ തകർക്കുമായിരിക്കും, അവർ നിങ്ങളെ ഉപേക്ഷിക്കുമായിരിക്കും, അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുമായിരിക്കും. വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം. പക്ഷേ സ്തോത്രം, യേശു കർത്താവ് നന്മ ചെയ്തിട്ട് തനിക്കെതിരെ തിന്മ പറഞ്ഞതായി അവർ നോക്കി പറഞ്ഞു, അവരോട് ക്ഷമിക്കണമേ. ക്രൈസ്റ്റ് സെന്റർ ഇന്നും നന്മ ചെയ്യുന്നവരാണ്. സ്തോത്രം, നന്മ ചെയ്യുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നന്മ ചെയ്യുവാൻ വിളിച്ചിരിക്കുന്നു. നന്മ ചെയ്യുവാൻ ദൈവം ഈ പട്ടണത്തിൽ നിന്നെയും എന്നെ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം ദൈവം ഒത്തിരി നല്ലവനാണ്. ഓ കമാൺ, നിങ്ങൾ കേട്ടില്ല? ദൈവം ഒത്തിരി നല്ലവനാണ്. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ദൈവം ഒത്തിരി നല്ലവനാണ്. തലയിലെ രോമത്തെക്കാൾ എത്രയോ അനവധിയായി ഒത്തിരി ഇരട്ടി നന്മകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ നിങ്ങളും നന്മ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ആ ജനം നിങ്ങൾക്കെതിരെ തിന്മ പറയുമ്പോൾ, ആ ജനം നിങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുമ്പോൾ നിന്റെ ഹൃദയം കയ്പിന്റെ ഹൃദയമാകല്ലേ. ഒട്ടനെ പ്രാർത്ഥിക്കണം, ഫാദർ forgive them. Oh, they do not know what they do. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. വീണ്ടും കർത്താവ് ക്ഷമിച്ചു. സ്തോത്രം, യൂദയോട് കർത്താവ് ക്ഷമിച്ചു. യൂദ സ്തോത്രം അതേ പണം അടിച്ചു മാറ്റുന്നവനാണ്. യേശുവിന്റെ ടീമിലാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനാണ്. യേശു എങ്ങനെയാണ് പ്രസംഗിക്കുന്നതെന്ന് യൂദയ്ക്ക് അറിയാം. എവിടെ എന്തോ പറയുമെന്ന് യൂദയ്ക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. പക്ഷേ യൂദ പൈസ അടിച്ചു മാറ്റുകയാണ്. അത് പത്രോസിന് അറിയത്തില്ല, അത് യാക്കോബിന് മറ്റു അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ല. പക്ഷേ പൈഥാഗോറസിനെ സൃഷ്ടിച്ച കർത്താവിന്റെ കണക്ക് ഒരിക്കലും തെറ്റത്തില്ല. ഓ ഹല്ലേലൂയ. ഇന്നും സ്തോത്രം അതേ കണക്കുകളെ നമുക്ക് കണ്ടുപിടിപ്പാൻ തക്കോണം കഴിയും. ഇത് ഇന്റർനെറ്റിന്റെ കാലമാണല്ലോ. ഇന്റർനെറ്റിൽ ആരും അറിയുന്നില്ല, ആരും ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല എന്ന് പറയുന്നത് ഇന്ന് വളരെ എളുപ്പം സ്തോത്രം കണ്ടുപിടിപ്പാൻ തക്കോണം കഴിയും. നെറ്റിലൂടെ ആരാണ് പൈസ മാറ്റുന്നത് വളരെ കറക്റ്റായി നമ്മൾ അറിയാം. നമ്മൾ ആരും മന്ദബുദ്ധികളല്ല. സ്തോത്രം, നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, റിസോഴ്സസ് ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ യൂദയെ 2021 അല്ലേ യൂദയെ ഞാൻ പ്രസംഗിക്കുന്നത് ഫോർഗീവ്നെസ് ആണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. യൂദ പൈസ അടിച്ചു മാറ്റി. മത്തായി സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ സ്തോത്രം അവന്റെ അവസാനം നാശമായി പോയി. സ്തോത്രം, യൂദയുടെ അവസാനം നാശമായി പോയി. സ്തോത്രം, അവൻ കെട്ടി ഞാഞ്ഞ് ചത്തു. സ്തോത്രം, റെയ്നാഡ് ബോങ്കയുടെ ശുശ്രൂഷയിൽ മരിച്ച ഒരാള് എനിക്കുണ്ടായി. മരിച്ച ഒരാൾ എണീറ്റു. മരിച്ച ആ വ്യക്തി പാസ്റ്ററായിരുന്നു. ആഫ്രിക്കയിൽ അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൂതൻ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനായി ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴേക്കും ദൂതൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് നരകത്തെ കാണിക്കണമെന്നാണ്. നരകത്തെ കാണി. ആ നരകത്തിലേക്ക് താൻ പോയപ്പോഴേക്കും സ്തോത്രം, കുറച്ച് ദൈവദാസന്മാർ എന്ന് പറയുന്നവർ ആ നരകത്തിലുണ്ട്. അവരവിടെ കിടന്ന് പൊളഞ്ഞ് നിലവിളിക്കുകയാണ്. പാസ്റ്റർമാരെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതി. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ശാന്തമായിരുന്നു കേട്ടാൽ മതി, ഉറങ്ങല്ല. സ്തോത്രം. ആ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ നരകത്തിൽ കിടന്ന് ഇങ്ങനെ നിലവിളിച്ച് പറയുന്നു, അയ്യോ പള്ളിപ്പണം മോട്ടിച്ചേ, ഞങ്ങൾ പള്ളിപ്പണം മോട്ടിച്ചേ, ഞങ്ങൾ ശുശ്രൂഷയുടെ പൈസ അടിച്ചു മാറ്റിയേ, ഞങ്ങൾ പള്ളിപ്പണം മോട്ടിച്ചേ. ഓർത്തോളണം, നീ മാനസാന്തരപ്പെടുന്നത് ഇന്ന് പകലല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്? സ്തോത്രം. പക്ഷേ യേശുവിനറിയാം, സ്തോത്രം, യൂദ പൈസ മോഷ്ടിക്കുന്നത്. പക്ഷേ അതിനോർത്തിട്ട് കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പത്രോസിനോടും കർത്താവ് ക്ഷമിച്ചു. എന്താ പത്രോസിന്റെ പ്രത്യേകത? പത്രോസ് പറഞ്ഞത് ഭയങ്കരമായിരുന്നു കേട്ടോ. നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടില്ലേ, ഐ ലവ് യു എന്ന് ഞാൻ കൂടെ ഇരിക്കും. നിങ്ങളോട് ചിലർ പറഞ്ഞില്ലേ, ഐ ലവ് യു, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, നമുക്ക് ഒരുമിച്ച് മരിക്കണം. ചിലർ പറഞ്ഞില്ലേ, വേറെ ലോകത്തിൽ എല്ലാവരും കൈവിട്ടാലും ഐ ലവ് യു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു തുറന്നേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സഭായം തുടരുകയാണ്, ഗുഡ് മോർണിംഗ്. സ്തോത്രം. ഇങ്ങനെ ഒരു കാറ്റഗറി ആയിരുന്നു ആരാ? സ്തോത്രം, ഈ പത്രോസ് പറഞ്ഞതായിരുന്നു. മത്തായി സുവിശേഷം 26:35. വേറെ ആര് തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല.
യെസ്, അതാണ് ഞാൻ ഐ ലവ് യു പറഞ്ഞത്. വേറെ ആരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. വേറെ ആരുപേക്ഷിച്ചാലും യേശുവേ സ്തോത്രം, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ റെഡിയാണ്. നമ്മൾ ഒരുമിച്ച് കഴിക്കും, നമ്മൾ ഒരുമിച്ച് ഉറങ്ങും, നമ്മൾ ഒരുമിച്ച് പാർക്കും, നമ്മൾ സ്തോത്രം അതേ ഒരുമിച്ചായിരിക്കും. ഒരിക്കലും തള്ളിപ്പറയത്തില്ല. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പത്രോസ് പറഞ്ഞു. പക്ഷെ അവസരം വന്നപ്പോൾ പറഞ്ഞു, അറിയത്തില്ല കേട്ടോ, അറിയത്തില്ല, സ്തോത്രം അറിയത്തില്ല കേട്ടോ. അങ്ങനെ കൂടെ ഇരുന്ന് സ്തോത്രം അതെ തള്ളിപ്പറഞ്ഞവർ നോക്കി യേശു കർത്താവ് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇൻ ജീസസ് നെയിം. 7 കൂട്ടരോട് നിങ്ങൾക്ക് ക്ഷമിപ്പാനുണ്ട്. 7ാമതായി ഞാൻ പറയട്ടെ, സ്തോത്രം ജാതികളോട് കർത്താവ് ക്ഷമിച്ചു. മുഴുവൻ മനുകുലത്തോട് കർത്താവ് ക്ഷമിച്ചു. അവിടെ നിന്ന റോമക്കാരോട് മാത്രമല്ല, മുഴുവൻ മനുകുലത്തോട് കർത്താവ് ക്ഷമിച്ചു. മുഴുവൻ മനുഷ്യ കുലത്തോട് യേശു കർത്താവ് ക്ഷമിക്കുകയുണ്ടായി. കാരണം യേശു ഈ ലോകത്തിൽ യേശു വന്നത് ലോകത്തെ നശിപ്പിക്കാനല്ല വന്നത്, ലോകത്തെ രക്ഷിപ്പാൻ വന്നു. എത്ര പേരാമേൻ പറയും? യേശു ഈ ലോകത്തിൽ വന്നത് ലോകത്തെ ശിക്ഷിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് യേശു വന്നത്. മത്തായി സുവിശേഷം 20:28, മർക്കോസ് 10:45 യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകുവാൻ വന്നിരിക്കുന്ന മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവന് നൽകുവാൻ വന്നിരിക്കുന്നു. അതേ, യേശു രക്ഷിപ്പാനായാണ് വന്നത്. എന്നാൽ രക്ഷിപ്പാൻ വന്നവനായ കർത്താവ് 3 ആണികളുടെ മേൽ അവൻ തൂങ്ങി നിൽക്കുകയാണ്. ആ 3 ആണികളുടെ മേൽ കർത്താവ് യേശു തൂങ്ങി നിൽക്കുമ്പോൾ കൈ വെള്ളയിലല്ല, കൈ തണ്ടയിലൂടെ ആ ആണികൾ കടന്നുപോയി. കൈ വെള്ളയിലായിരുന്നെങ്കിൽ സ്തോത്രം 80 കിലോഗ്രാമിനോളം വെയിറ്റുള്ളതായ ബോഡി ഒരിക്കലും ക്രൂശിൽ തൂങ്ങി നിൽക്കത്തില്ല. കൈ വെള്ളയിലാണെങ്കിൽ ആ മാംസപാളികൾ ഛേദിക്കപ്പെട്ടിട്ട് ആ ബോഡി നിലത്ത് വീഴും. ചരിത്രം പറയുന്നു, സ്തോത്രം കൈ തണ്ടയിലൂടെയാണ് 6 ഇഞ്ച് നീളമുള്ളതായ ആ കാരിരുമ്പാണി അടിച്ച് ഇറക്കിയത്. കാരിരുമ്പാണി കൈ വെള്ളയിലൂടെ കൈ തണ്ടയിലൂടെ കടന്നു പോയപ്പോൾ, 2 കൈയുടെ കൈ തണ്ടയിലൂടെ കാരിരുമ്പാണി കടന്നു പോയപ്പോൾ, കാൽ തണ്ടയിലൂടെ ആ കാരിരുമ്പാണി കടന്നു പോയപ്പോൾ ഈ ആർട്ടറി വെയിൻ തകർക്കപ്പെട്ടിട്ട് 2 കൈയും 2 കാലും കർത്താവിൻ്റെത് തളർന്നു പോയി, പാരലൈസ് ആയി പോയി. യേശുവിൻ്റെ കൈയും യേശുവിൻ്റെ കാലും തളർന്നു പോയി. ദൂത് യേശുവിൻ്റെ കൈയും യേശുവിൻ്റെ കാലും ക്രൂശുമേൽ തളർന്നത് ഒരു കാരണവശാലും നീയും ഞാനും തളർന്നു പോകാതിരിപ്പാൻ. എന്തോ സംഭവിച്ചാലും നീയും ഞാനും തളർന്നു പോകാതിരിപ്പാൻ. എന്തോ സംഭവിച്ചാലും ആത്മീയ പാരാലിസിസ്, സ്പിരിച്വൽ പാരാലിസിസ്, ആത്മീയ തളർച്ചകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ. പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, വിശ്വാസത്തിൽ തളർന്നു പോയവരെ, ഇന്ന് പകൽക്കാലം ഇൻ ജീസസ് നെയിം നിങ്ങളുടെ തളർച്ചകൾ വിട്ടുമാറട്ടെ. കമോൺ, വായ്കളെ തുറന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിച്ച്. ആരൊക്കെയോ തളർന്നിരിക്കുന്നവരുണ്ട്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാം ദൈവം ആ തളർച്ചകളെ മാറ്റട്ടെ. ഹല്ലേലൂയ. കൈ തണ്ടയിലൂടെ കാൽ തണ്ടയിലൂടെ ആ കാരിന് മാണി കടന്നുപോയി. ഇതാ സ്തോത്രം മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നറിയാതെ അവന്റെ ശരീരം ഇതാ ആ ക്രൂശിൽ നിന്ന് ആടി ഉലയുകയാണ്. ആടി ഉലയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് രക്തം ഇതാ പുറത്തേക്ക് സ്തോത്രം പോകുന്നു. അപ്പോൾ ഇതാ ശ്വസിപ്പാൻ കഴിയുന്നില്ല. കാരണം അത് ശ്വാസകോശത്തിൽ രക്തത്തിന്റെ വെള്ളത്തിന്റെ അംശം ഇതാ സ്തോത്രം വർദ്ധിക്കുന്നത് കൊണ്ട് ശ്വാസം മുട്ടി 6 മണിക്കൂർ നേരം യേശു ക്രൂശിന്മേൽ തൂങ്ങി നിൽക്കുകയാണ്. കോവിഡ് വന്ന നിങ്ങൾക്കറിയാം ശ്വാസം മുട്ടിന്റെ ബുദ്ധിമുട്ട് എന്തെന്ന്. ഒരു ചെറിയ കോവിഡ് എത്രയുമായിരുന്നെങ്കിൽ ക്രൂശിൽ തൂങ്ങി നിന്നപ്പോൾ ശ്വസിപ്പാൻ കഴിയാതെ കരകിൽ പിടിച്ചിട്ട മത്സ്യം കണക്ക് അവൻ പിടയ്ക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ മക്കളോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ, എന്റെ ദാസനോട് എന്റെ ദാസിയോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ വേറെ ആർക്ക് ക്ഷമിപ്പാൻ തക്കവണ്ണം കഴിയേ? അവന്റെ സ്തോത്രം അരികിൽ ഒരു റോമാ പടയാളി ഉണ്ടായിരുന്നു. ആ റോമാ പടയാളി ഒരു സ്പോങ്ങിൽ സ്തോത്രം അതെ കയ്പ് കാടി ബിറ്റർ ഗാർഗുണ്ടാക്കിയിട്ട് അവന്റെ സ്തോത്രം വായോട് അടുപ്പിച്ചു. ആക്ച്വലി സ്തോത്രം ക്രൂസിൽ മരിക്കുക എന്ന് പറയുന്നത് പറഞ്ഞറിയിപ്പാൻ വർണ്ണിപ്പാൻ കഴിയാത്ത മഹാപീഡ, ഭയങ്കര വേദന. സ്തോത്രം ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അനസ്തീഷ്യ കൊടുക്കുന്നത് പോലെ, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പ് അനസ്തീഷ്യ കൊടുക്കുന്നത് പോലെ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കയ്പ് കാടി കൊടുത്ത് അവരെ
മയക്കാറുണ്ട്. കയ്പ് കാടി കൊടുത്ത് മയക്കാറുണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് കയ്പ് കാടി കൊണ്ടുവന്നിട്ട് ഇത് കുടിക്ക് എന്ന് ഒരു മയങ്ങി മരണത്തിന് വേണ്ടി നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, നോ, എനിക്കിത് ഇപ്പോൾ വേണ്ട. ആദ്യം സ്തോത്രം അവൻ ആ ബിറ്റർ ഗാർ, ആ കയ്പ് കാടി നിഷേധിച്ചു. കാരണം യേശു നിന്നെ സ്നേഹിച്ചത് കൊണ്ട് സഹോദരനെ, യേശു നിന്നെ സ്നേഹിച്ചത് കൊണ്ട് സഹോദരിയെ, യേശു നിന്നെ സ്നേഹിച്ചത് കൊണ്ട് മാതാവേ, അവൻ ക്രൂശിൽ മയങ്ങിയല്ല മരിച്ചത്, യഥാർത്ഥ വേദനയിലൂടെ അവൻ കടന്നുപോയി. യഥാർത്ഥ വേദനയുടെ അവൻ പോയി. നിന്റെ വേദനകൾ സ്തോത്രം നിന്റെ ഫ്രണ്ട്സിന് അറിയത്തില്ല, നിന്റെ ബന്ധുക്കൾക്ക് അറിയത്തില്ല. പക്ഷെ യേശു കർത്താവിന് നിന്റെ വേദന വളരെ നന്നായിട്ട് അറിയാം. എന്നിട്ട് അവൻ സ്തോത്രം അതേ 3 ആണികൾ തൂങ്ങി നിന്ന് ഈ പ്രകാരം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് 100 കണക്കിന് പാപത്തിൽ നീ ബന്ധിക്കപ്പെട്ടിരുന്നാലും ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല. നിനക്ക് വച്ചിട്ടുണ്ട് എന്ന് പറയുന്നവനല്ല, നിനക്ക് ശവപ്പെട്ട് ഞാൻ പണിയുന്നു എന്ന് പറയുന്നവനല്ല. ദൈവം നിന്നോട് ക്ഷമിക്കുന്നവനാണ്. ദൈവം നിന്നോട് ക്ഷമിക്കുന്നവന്. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളതായ സ്തോത്രം ഒരു സംഭവം വീണ്ടും പറയട്ടെ. ആക്ച്വൽ ട്രൂത്ത്. അമേരിക്കൻ ഐക്യനാടിൽ ലൂസിയാന എന്നറിയപ്പെടുന്നതായ ഒരു സംസ്ഥാനമുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട്, ക്രിസ്തീയ കുടുംബമുണ്ട്, ഒരു പ്രീച്ചേഴ്സ് കുടുംബം. ആ പ്രീച്ചേഴ്സ് സ്തോത്രം പ്രാസിംഗരുടെ കുടുംബത്തിൽ ഒരു സഹോദരൻ സ്തോത്രം അകലെയുള്ളതായ യൂണിവേഴ്സിറ്റിയിൽ അവന് സ്തോത്രം അഡ്മിഷൻ കിട്ടി പഠിപ്പാനായി കടന്നുപോയി. അകന്ന വീട്ടിൽ നിന്ന് അകന്നു, ചർച്ചിൽ നിന്ന് അകന്നു, പുതിയ കോളേജ്, പുതിയ പട്ടണം, പുതിയ സാഹചര്യത്തിൽ പുതിയ കൂട്ടുകെട്ടിൽ ചെന്ന് ചേർന്നു. മനസ്സിലാക്കണം, നിന്റെ ഫ്രണ്ട്സ് യേശുവില്ലാത്ത ഫ്രണ്ട്സ് ആണോ നീ തകർന്നിരിക്കും. യേശുവില്ലാത്ത ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, യേശുവില്ലാത്ത കൂട്ടുകെട്ടാണോ നിന്റെ ജീവിതം തകർന്നിരിക്കും. യേശുവില്ലാത്ത പരിപാടികളും ചുറ്റിക്കളികളും നിനക്ക് വേണ്ട. അവൻ്റെ ജീവിതവും അവണ്ണം തന്നെ തകർക്കപ്പെട്ടു. മയക്കുമരുന്നിൻ്റെ റാക്കറ്റിൽ അവനായി തീർന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അവസാനം അവൻ ജയിലിലായി. ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടവൻ അവൻ ജയിലിലായി. വീട്ടുകാർ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചിട്ടിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി, ആ സഹോദരന് വേണ്ടി വീട്ടുകാർ പ്രാർത്ഥിച്ചു. ഇന്ന് പകലും സ്തോത്രം അകന്നിരിക്കുന്നതായ മക്കൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം നിനക്കവരെ തൊടാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവരെ തൊടുവാൻ കഴിയും. നിനക്കവരെ തൊടുവാൻ കഴിയത്തില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവരെ തൊടുവാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയ്ക്ക് അവരെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയും. ഇൻ ജീസസ് നെയിം. കാരണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് അകലങ്ങൾ ഇല്ല. ലോകത്തിന്റെ ഏതറ്റത്തിരുന്നാല് നിന്റെ പ്രാർത്ഥനയ്ക്ക് അവരെ തൊടുവാൻ ഗുണം കഴിയും. എന്താ സംഭവിച്ചത്? സ്തോത്രം ഒരു പാസ്റ്റർ സ്തോത്രം ആ ജയിലിൽ ചാപ്ലിനായി വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ആയിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരോട് സംസാരിക്കുന്നതോടൊപ്പം ഇവനോട് സംസാരിച്ചു. കണ്ണുനീരോട് അവൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട് മുഴുവൻ പ്രീച്ചേഴ്സിന്റെ വീടായിരുന്നു, പക്ഷേ കൂട്ടുകെട്ടുകൾ നിമിത്തം എൻ്റെ ജീവിതം തകർക്കപ്പെട്ടു. ചില ആഴ്ചകൾ ഞാനിതാ ജയിലിൽ കിടക്കേണ്ടതായ അവസ്ഥ കടന്നു വന്നു. ഞാൻ കുറ്റവാളിയാണ്. എന്നാൽ ആ ചാപ്ലിൻ പറഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ പഴയ കൂട്ടുകെട്ടിലേക്ക് പോകല്ലേ, നന്നായിട്ട് പഠിക്കണം, നന്നായി ജീവിക്കണം, നന്നായി ദൈവവേല ചെയ്യണം. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം, പേരും പെരുമയും നിന്നിലൂടെ വെളിപ്പെടണം. അവൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, നിശ്ചയമായി ഞാനത് ചെയ്യാം. അവസാനം മാനസാന്തരപ്പെട്ടിട്ട് സ്തോത്രം അവൻ തൻ്റെ അപ്പനൊരു കത്തെഴുതി, പപ്പ, ഇത്രാം തീയതി ഞാനിതാ ഈ സ്തോത്രം ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങുകയാണ്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറ്റവാളിയായിട്ടാണ് ഈ ജയിലിൽ ഞാൻ വന്നത്. നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല. ഞാൻ ട്രെയിനിൽ കയറി സ്തോത്രം നമ്മുടെ വീടിനരികിലൂടെ യാത്ര ചെയ്ത് ട്രെയിനിലാണ് ഞാൻ വരാൻ പോകുന്നത്. ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ താഴ്വരയുടെ അപ്പുറത്തുള്ളതായ നമ്മുടെ വീട് എനിക്ക് നന്നായി കാണുവാൻ കഴിയും. കാരണം 100 കണക്കിന് പ്രാവശ്യം ഞാൻ അതുവഴി ട്രെയിനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ വീടിന് അരികിൽ ഒരു ബനിയൻ ട്രീ, ഒരു സ്തോത്രം അത് ഒരു വൃക്ഷം നിൽപ്പുണ്ട്. ആ വൃക്ഷത്തിൽ പപ്പ എന്നോട് ക്ഷമിച്ചു എങ്കിൽ, എന്നെ ക്ഷമിച്ചു എങ്കിൽ, എന്നോട് ക്ഷമിച്ചു എങ്കിൽ ഒരു വെളുത്ത റിബൺ ആ വൃക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കൊമ്പിൽ കെട്ടിയിടണം. ആ വൃക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കൊമ്പിൽ ഒരു വെളുത്ത റിബൺ കെട്ടിയിടുന്നെങ്കിൽ എനിക്ക് മനസ്സിലാകും എൻ്റെ പപ്പ എന്നോട് ക്ഷമിച്ചു എന്ന്. ഒരു റിബണിന്റെ കഷണം ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകൻ പേരെഴുതി അവൻ ഒപ്പിട്ടു. അവൻ പ്രതീക്ഷിച്ചത് ഒരു റിബൺ. സ്തോത്രം. ആ പ്രത്യേക ദിവസത്തിൽ ആ ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവൻ നടന്നു. ആ ട്രെയിനിൽ അവൻ കയറി. ആ ട്രെയിൻ ഇതാ പുറപ്പെട്ടു. അവൻ്റെ ഹൃദയം ഇതാ ഇടിക്കാൻ തുടങ്ങി. അവിടെ ഒരു റിബൺ ഉണ്ടായിരിക്കോ, ഒരു റിബൺ കഷണം ഉണ്ടായിരിക്കോ, ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ ഒരു റിബൺ സ്തോത്രം എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട് തുറക്കപ്പെട്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടുകാർ എന്നെ സ്വീകരിക്കും. അവൻ സ്തോത്രം അങ്ങോട്ട് നോക്കാൻ ഭയമായതുകൊണ്ട്
അടുത്തിരുന്ന ഒരാളിനോട് പർപ്പസ്ലി സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജയിലിൽ നിന്ന് വരികയാണ്, ഞാൻ വലിയൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്, പക്ഷെ കൂട്ടുകാർ എന്നെ തകർത്ത് കളഞ്ഞു, ഞാനിതാ സ്തോത്രം ജയിലിൽ വീഴ്ത്തപ്പെട്ടു, എന്നാൽ ഇനിമേല ഞാൻ നല്ലവനായി ജീവിക്കുമെന്ന് തീരുമാനിച്ച് എൻ്റെ അപ്പന് ഞാൻ കത്തെഴുതി. കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വെളുത്ത റിബൺ എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ആ മരത്തിന്റെ കൊമ്പിൽ ഒരു വെളുത്ത റിബൺ, ദയവായി എനിക്കൊരു ഉപകാരം ചെയ്യോ. ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ഈ ട്രെയിനിന്റെ ജനാലയിലൂടെ നോക്കി ഒരു വെള്ള റിബൺ അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കി പറയാമോ? ഒരു വെള്ള റിബൺ അവിടെ ഉണ്ടോ എന്ന് നോക്കി പറയാമോ? അടുത്ത സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് സ്തോത്രം, അതെ, നിങ്ങൾക്ക് എൻ്റെ വീടും മരവും വെള്ള റിബണും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കാം. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഇതാ ആ കടകൾ കഴിയുകയാണ്, ആ വലിയ കെട്ടിട സമുച്ചയങ്ങൾ കഴിയുകയാണ്, ആ താഴ്വര കഴിയുകയാണ്. അവൻ പറഞ്ഞു, ശരിയാണ് ശരിയാണ് ശരിയാണ്. അവന് നോക്കാൻ ധൈര്യമല്ല, അവൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ നോക്കി പറഞ്ഞാട്ടെ. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, താഴ്വരകൾ കഴിയുകയാണ്, അതേ മരക്കൂട്ടങ്ങൾ കഴിയുകയാണ്, കുറെ വീടുകൾ ആരംഭിച്ചിരിക്കുന്നു, 1 2 3 അത് വീടുകൾ ആരംഭിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, അങ്ങേ അറ്റത്തെ വീട്. അവൻ പറഞ്ഞു, ആ വീട് കണ്ടു, മരം കണ്ടോ, മരവും കണ്ടു, വീടും കണ്ടു, മരവും കണ്ടു, ഒരു റിബൺ കണ്ടോ, ഒരു റിബൺ. അദ്ദേഹം പറഞ്ഞു, ഒരു റിബൺ അവിടെ ഇല്ല, ഒരു റിബൺ അവിടെ ഇല്ല, ഒരു റിബൺ അല്ല, 100 കണക്കിന് റിബണാണ് ആ വൃക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ളത്, മഞ്ഞ നിറത്തിലുള്ളത്, നീല നിറത്തിലുള്ളത്, വയലറ്റ് നിറത്തിലുള്ളത്. അർത്ഥം, അപ്പൻ പറയുന്നു വെൽക്കം ഹോം, ഓ അമ്മ പറയുന്നു വെൽക്കം ഹോം, സഹോദരങ്ങൾ പറയുന്നു വെൽക്കം ഹോം. ഇന്ന് പകൽക്കാലം സ്തോത്രം, അതേ, നിന്റെ പാപം കടും ചുവപ്പ് ആയിരുന്നാൽ അത് ഹിമത്തോളം വെണ്മയാക്കുന്ന കർത്താവ് പറയുന്നു, there is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. കാരണം ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല, അവൻ നിന്നോട് ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പത്രോസിന് കർത്താവ് ക്ഷമിച്ചു, യൂദയോട് കർത്താവ് ക്ഷമിച്ചു, സ്തോത്രം, ജനത്തോട്, പുരുഷാരത്തോട് യേശു കർത്താവ് ക്ഷമിച്ചു, യഹൂദ മതാനുസാരികളോട് ക്ഷമിച്ചു, സ്വന്തം കുടുംബത്തോട് ക്ഷമിച്ചു, സ്വന്തം ജനത്തോട് ക്ഷമിച്ചെങ്കിൽ ഇൻ ജീസസ് നെയിം നിങ്ങൾ ആരാണെങ്കിലും ക്ഷമിച്ച് ജീവിച്ചാട്ടെ. ഡെയിലി നിനക്ക് ഓരോ ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ 490 പ്രാവശ്യം എങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കണം. മുഴുവൻ സമൂഹത്തോടല്ല, ഒരു വ്യക്തിയോട് സ്തോത്രം, അതേ, ക്ഷമിക്കണം. ക്ഷമിച്ച് ജീവിച്ചോട്ടെ. ഇത് കയ്പിന്റെ പുസ്തകമല്ല, ഇത് പ്രതികാരത്തിന്റെ പുസ്തകമല്ല, ഇത് ഗൂഢാലോചന പുസ്തകമല്ല, ഇത് ക്ഷമയുടെ പുസ്തകമാണ്. കർത്താവ് യേശു ക്രിസ്തു ന്യായവിധിയുടെ ദൈവമല്ല, അവൻ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ദൈവമാണ്. ഇൻ ജീസസ് നെയിം, തേജസ്സിന്റെ സുവിശേഷം ഞാൻ പറയട്ടെ, ഇത് പ്രതികാരത്തിന്റെ സുവിശേഷമല്ല, ഇത് കച്ചവടത്തിന്റെ സുവിശേഷമല്ല, ഇത് തന്ത്രങ്ങൾ മെനയുന്ന സുവിശേഷമല്ല, ഇത് തേജസ്സിന്റെ സുവിശേഷം, ഇത് സ്നേഹത്തിന്റെ സുവിശേഷം. ക്ഷമിച്ചാട്ടെ. 2 കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ക്ഷമിച്ചാടെ. ആരെയൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, അവർ സ്തോത്രം, എനിക്കതൊരു പ്രശ്നമുണ്ടാക്കി, അവരെന്നെ കെട്ടി, ഓ അവരെന്നെ ബന്ധിച്ചു, അവരെന്നെ തകർത്തു, എൻ്റെ മനസ്സിലാ കെട്ട് കിടക്കുകയാണ്, എൻ്റെ ചിന്തയിലാ കെട്ട് കിടക്കുകയാണ്. 1932 എന്ന് പറയുമ്പോൾ ആ കാര്യം എനിക്ക് ഓർമ്മ വന്ന് കെട്ട് കിടക്കുകയാണ്. 1928 കെട്ട് കിടക്കുകയാണ്. നീ ജനിച്ചിട്ടോടില്ല. സ്തോത്രം, അതേ, 1824 കഴിഞ്ഞ കാലങ്ങളിലേക്ക് നീ നോക്കുമ്പോൾ പല കെട്ട് കിടക്കുകയാണ്. പക്ഷെ ഈ ദൂത് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ 33 വർഷം ഞാൻ പറയാത്ത ഒരു ശബ്ദം കേൾപ്പിച്ചു. എൻ്റെ ജനത്തോട് പോയി പറ, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. അവളെ കെട്ടഴിപ്പിൻ അവൾ പോകട്ടെ. അവന്റെ കെട്ടഴിപ്പിൻ പോരാ. ഒരു 5 പേരോട് കൂടെ പറഞ്ഞാട്ടെ, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. പെട്ടെന്ന് പറ. സൈഡില്, അത് ഇടതും വലതും മുന്നിലും പിന്നിലും ഇരിക്കുന്ന എല്ലാവരും നോക്കി പറ, അവന്റെ കെട്ടഴിപ്പിൻ. വിരൽ ചൂണ്ടി പറ, അവന്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ. ആ അളിയൻ പോകട്ടെ, ആ നാത്തൂൻ പോകട്ടെ, സ്തോത്രം, ആ കൊച്ചപ്പന്റെ മോൻ പോകട്ടെ, ആ അപ്പന്റെ മാമന്റെ കൊച്ചപ്പന്റെ ചിറ്റപ്പന്റെ അയൽവാസിയുടെ അവൻ പോകട്ടെ. ഇൻ ജീസസ് നെയിം അവൻ പോകട്ടെ. കാരണം സ്തോത്രം, അവൻ നിനക്കെതിരെ കേസ് കൊടുത്തത്, അവൻ നിനക്കെതിരെ സംസാരിച്ചത്, നിന്നെ തകർക്കാൻ നടന്നത്, നിന്നെ കൊല്ലാൻ നടന്നത്, നിനക്കെതിരെ അപവാദം പറഞ്ഞത്, അതെല്ലാം നിന്നെ കേട്ടിലാണ്. കാരണം യേശു വന്നു, ബഥാനിയയിൽ യേശു വന്നു. യേശു പറഞ്ഞു, കല്ല് മാറ്റി, സ്നാനപ്പെട്ടു, അവിശ്വാസം പോയി, വിശ്വാസിയായി. സ്തോത്രം, ലാസറേ
പുറത്തു വരിക. പക്ഷെ ലാസർ വന്നപ്പോ ഇങ്ങനെയാ വരുന്നത്. ലാസർ ഇങ്ങനെ കെട്ടപ്പെട്ടവനായി ചാടിയാ വരുന്നത്. ഞാൻ പറയട്ടെ, വൈകല്യത്തിന്റെ ജീവിതമല്ല ആത്മീയ ജീവിതം. വൈകല്യത്തിന്റെ ജീവിതമല്ല ആത്മീയ ജീവിതം. കെട്ടപ്പെട്ടവരെ, വൈകല്യത്തിന്റെ ജീവിതമല്ല ആത്മീയ ജീവിതം. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈകൾ ഇന്ന് പകൽ സ്വതന്ത്രമാകട്ടെ. Come on. Come on. Hallelujah. നിന്റെ കൈകൾ സ്വതന്ത്രമാകട്ടെ. നിന്റെ കാലുകൾ സ്വതന്ത്രമാകട്ടെ. നിന്റെ ചിന്തകൾ സ്വതന്ത്രമാകട്ടെ. ആ കെട്ടഴിച്ചാട്ടെ. ആ കെട്ടഴിച്ചാട്ടെ. Letting go. Letting go, letting go, letting go. Father, forgive them. They do not know what they do. യേശുവിന്റെ നാമത്തിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ കൈ ചെയ്യാൻ കഴിയാതെ നീ കെട്ടപ്പെട്ടിരിക്കുന്നു. നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ കാല് കെട്ടപ്പെട്ടിരിക്കുന്നു. നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് കെട്ടപ്പെട്ടിരിക്കുന്നു. മത്തായി 18 അനുസരിച്ച് നീ യു ആർ ലിവിംഗ് ഇൻ ദ പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ. യാതനാ സ്ഥലത്താണ് നീ കിടക്കുന്നത്. ആ വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ യാതനയിലാണ് ജീവിക്കുന്നത്. ആ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വേദനയിലാണ് ജീവിക്കുന്നത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നീ യാതനാ സ്ഥലത്തല്ല കിടക്കേണ്ടത്, നീ മഹത്വത്തിന്റെ സ്ഥലത്താണ് ഇരിക്കേണ്ടത്. Come on people, talk to me. നീ മഹത്വത്തിന്റെ സ്ഥലത്താ ഇരിക്കേണ്ടത്. മഹത്വത്തിന്റെ സ്ഥലത്താ ഇരിക്കേണ്ടത്. കൈയടിക്കുന്ന നേരെ കരങ്ങളെ അടിക്കുക. നീ മഹത്വത്തിന്റെ സ്ഥലത്താ ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, ദൈവം മാത്രമല്ല, സ്തോത്രം, നിന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് മഹത്വത്തിൽ ഇരിക്കാനാണ്, യാതനാ സ്ഥലത്തല്ല. നീ ജയിലിലല്ല കിടക്കേണ്ടത്. ഇന്ന് പകൽക്കാലം സ്തോത്രം, പരിശുദ്ധ ആത്മാവ് ജയിൽ ബ്രേക്കർ ഈ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഈ വെബ് സ്ട്രീം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വെബ് സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി പറയട്ടെ, ആ ജയിൽ ബ്രേക്കർ ആ വീട്ടിൽ ഇറങ്ങി നടക്കുന്നു. ആ കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നവൻ, കൈപ്പിന്റെ അൺഫോർഗിവ്നെസിന്റെ കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നവൻ, ജയിലുകളെ പൊളിക്കുന്നവൻ നിന്റെ വീട്ടിൽ ഇറങ്ങി നടന്നുകൊണ്ട് ഇരിക്കുന്നു. അധരങ്ങളെ തുറന്ന് കമാൻ പോരാ. ഹല്ലേലൂയ. അവന്റെ കെട്ടരിപ്പിൻ അവൻ പോകട്ടെ. അവന്റെ കെട്ടരിപ്പിൻ അവൻ പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്ഷമിച്ചാട്. ക്ഷമിക്കുമ്പോൾ അവനെയല്ല നീ വിടുവിക്കുന്നത്, നീയാണ് വിടുവിക്കുന്നത്. 3 പേരെ തൊട്ട് പറ, എന്നെ ഞാൻ വിടുവിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, എന്നെ ഞാൻ വിടുവിക്കുകയാണ്, എന്നെ ഞാൻ വിടുവിക്കുകയാണ്. മറ്റേ പ്രവാചകനല്ല വന്ന് നിന്റെ മേൽ കൈവച്ച് വിടുവിക്കുന്നത്. ഇന്ന് പകൽക്കാലം മനഃപൂർവ്വം നീ തീരുമാനിക്കുകയാണ്. നീ തീരുമാനിക്കണം, ഒരു കയ്പിനും എന്റെ വീട്ടിൽ അനുവാദമില്ല. എന്റെ ഉള്ളിൽ സ്തോത്രം ഒരു കയ്പിനും അനുവാദമില്ല. എന്റെ സ്വർഗത്തിലെ കർത്താവ് അവൻ ക്ഷമയുടെ ദൈവമാണ്. എന്റെ വീണ്ടെടുപ്പുകാരനായ തൃത്വത്തിൽ രണ്ടാമൻ അവൻ ക്ഷമയുടെ കർത്താവാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒന്ന് ദീർഘക്ഷമയാണ്. പിതാവിൽ ക്ഷമ, പുത്രനിൽ ക്ഷമ, പരിശുദ്ധാത്മാവിൽ ഞാൻ പോകാം, നിങ്ങൾ വേണ്ടതില്ല. പിതാവിൽ ക്ഷമ, പുത്രനിൽ ക്ഷമ, പരിശുദ്ധാത്മാവിൽ ക്ഷമ. പുസ്തകത്തിൽ ക്ഷമയെങ്കിൽ എന്റെ ഹൃദയം കയ്പിന്റെ ഹൃദയമല്ല. ഇൻ ജീസസ് നെയിം. അവർക്ക് ആത്മാർത്ഥതയില്ലായിരിക്കാം, അവർ പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരിക്കാം, അവർ യൂസ് ആൻഡ് ത്രോ ആയിരിക്കാം, പക്ഷേ ഞാൻ ക്ഷമിച്ച് ജീവിക്കാം. ക്ഷമിച്ച് ജീവിക്കും. അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്ത് പറ, ക്ഷമിച്ച് ജീവിക്കും. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ക്ഷമിച്ച് ജീവിക്കും, ക്ഷമിച്ച് ജീവിക്കും. സാനിറ്റൈസർ കൊണ്ടുവരാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ തൊടാത്തത്. സ്തോത്രം, ക്ഷമിച്ച് ജീവിക്കും. സ്തോത്രം, ക്ഷമിച്ച് ജീവിക്കും, ക്ഷമിച്ച് ജീവിക്കും. ഞാൻ പറയട്ടെ, ഞാൻ നിർത്തി കൺക്ലൂഷനായി. ക്ഷമിച്ച് ജീവിക്കുന്നെങ്കിൽ നിന്റെ പൊസിഷൻ ടെമ്പററി ആയിരിക്കത്തില്ല, നിന്റെ പൊസിഷൻ പെർമനന്റ് ആയിരിക്കും. ക്ഷമിച്ച് ജീവിക്കുന്നെങ്കിൽ സ്തോത്രം, നിന്റെ പൊസിഷൻ ടെമ്പററി ആയിരിക്കത്തില്ല, നിന്റെ പൊസിഷൻ പെർമനന്റ് ആയിരിക്കും. ടെമ്പററി പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ടെമ്പററി പ്രവാചകന്മാരെ ഒത്തിരി എണ്ണത്തിന് എനിക്കറിയാം, ടെമ്പററി ചർച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് പൽക്കാലം നിന്റെ ജീവിതത്തെ നോക്കി ഞാൻ പറയട്ടെ, ഇൻ ജനറൽ ക്രൈസ്തനെ മുഴുവൻ നോക്കിയല്ല ഞാൻ പറയുന്നത്, നിന്റെ ഓരോരുത്തരെ നോക്കി ഞാൻ പറയട്ടെ, നീ ചീരത്തോട്ടമല്ല, നീ വാഴത്തോട്ടമല്ല, നീ തലമുറയായി പെർമനന്റായി നിൽക്കുന്ന ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. നീ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. നീ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. യെസ് 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 യെസ്
നീ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. ഈ അനുഗ്രഹം നിലനിൽക്കുക. ഈ അനുഗ്രഹം നിന്നിൽ നിലനിൽക്കുക. ഈ അനുഗ്രഹം നിന്റെ മക്കളിൽ പകരപ്പെടുക. ഈ അനുഗ്രഹം നിന്റെ മക്കളിൽ പകരപ്പെടുക. ഈ അനുഗ്രഹം നിന്റെ കൊച്ചുമക്കളിലേക്ക് ഒഴുകുക. ഈ അനുഗ്രഹം നിന്റെ കൊച്ചുമക്കൾ ചുമക്ക്. നീ അനുഗ്രഹിക്കപ്പെടുക. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുക. നിന്റെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് പകൽക്കാലം ഒരു നോട്ടിഫിക്കേഷൻ തരാൻ, ഒരു പ്രൊഫറ്റിക് നോട്ടിഫിക്കേഷൻ തരാൻ, ഒരു പ്രൊഫറ്റിക് നോട്ടിഫിക്കേഷൻ തരാൻ കർത്താവിനിക്ക് നിയോഗം തന്നിരിക്കുന്നു. നവംബർ മാസം 14-ാം തീയതി ഈ ശുചിദിനത്തിൽ തമ്പുരാൻ പറഞ്ഞത്, പോയി എന്റെ മക്കളടുത്ത് പറ, അവരുടെ സീറ്റിനെ ഞാൻ പെർമനന്റ് ആക്കിയാണ്. ഈ സീറ്റെല്ലാം പെർമനന്റ് ആണ്, പെർമനന്റ് ആണ്, പെർമനന്റ് ആണ്. അങ്ങനെ പറയാൻ തക്കൊണ്ട് കഴിയും. ഒരു സിംഹാസനം എനിക്ക് ഓർമ്മ വന്നു, പെർമനന്റ്. സ്തോത്രം. അത് സീനിയോറിറ്റി അനുസരിച്ച് ശൗലിന്റെ സിംഹാസനമല്ല, അത് സമ്പത്തും വലിപ്പവും അനുസരിച്ച് ശലോമോന്റെ സിംഹാസനവുമല്ല. സീനിയോറിറ്റി അനുസരിച്ച് സ്തോത്രം അതെ ശൗലിന്റെ സിംഹാസനമല്ല. സ്തോത്രം അതെ പണവും പത്രാസും ഒക്കെ അനുസരിച്ച് ശലോമോന്റെ സിംഹാസനമല്ല. തലമുറ തലമുറ തലമുറയായി ഇന്നും യെരൂശലേമിൽ കാത്തിരിക്കുന്നതായ ദാവീദിന്റെ സിംഹാസനം. ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം. കേൾക്കുന്നു? സ്തോത്രം. ദാവീദിന്റെ സിംഹാസനം കൊച്ചപ്പനിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല. ദാവീദിന്റെ സിംഹാസനം അപ്പുറത്തെ ചർച്ചിൽ നിന്ന് പൊളിച്ചു മാറ്റിയതല്ല. എല്ലാ മലയാളികൾ കേൾക്കട്ടെ. സ്തോത്രം. മറ്റവരിൽ നിന്ന് അടിച്ചു മാറ്റുന്നതൊന്നും നിലനിൽക്കത്തില്ല. മറ്റവരിൽ നിന്ന് പൊളിച്ചു മാറ്റുന്നതൊന്നും നിലനിൽക്കത്തില്ല. മറ്റുള്ളവന്റെ ചർച്ചിനെ തകർത്തിട്ടല്ല, മറ്റുള്ളവന്റെ മിനിസ്ട്രിയിൽ നിന്ന് മോട്ടിച്ചിട്ടല്ല നീ തുടങ്ങേണ്ടത്. നീ മുട്ടുമടക്കണം, നീ കണ്ണുനീർ ഒഴിക്കണം, നീ വില കൊടുക്കണം, കണ്ണുനീരിൽ നീ വിതയ്ക്കണം. അപ്പൊ ആർപ്പിന്റെ കൊയ്ത്തുണ്ടാകും. ഏതോ പെന്തിക്കോസിനെ തുറിച്ചു നോക്കി എല്ലാവരും എന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചേ. In Jesus' name. ദാവീദ് ശൗലിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല. സ്തോത്രം. ദാവീദ് വില കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. അടിച്ചു മാറ്റുന്നത്, അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, അടിച്ചു മാറ്റുന്നത് നിലനിൽക്കത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ, അടിച്ചു മാറ്റാൻ പുള്ളിക്ക് അവസരം ഉണ്ടായി. ഒരു ദിവസം ഒരു ഗുഹയിൽ ഇരിക്കുമ്പോൾ ശൗല് ആ ഗുഹയിലേക്ക് കയറി വന്നു. ആ ശൗൽ ആ ഗുഹയിലേക്ക് കയറി വന്നപ്പോഴേക്കും സ്തോത്രം ആ ഗുഹയിൽ ദാവീദുണ്ടെന്ന് ശൗലിന് അറിയത്തില്ല. ദാവീദ് ആ ഗുഹയിലുണ്ടെന്ന്, എൻഗതിയിലെ ആ ഗുഹയിലുണ്ടെന്ന് ശൗലിന് അറിയത്തില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ അപ്പം തന്നെ സ്തോത്രം ദാവീദിനെ കൊന്നുകളയാം. ഒരുത്തൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ അറിയാം? അഭിഷേകം ഉള്ളവനെ കൊല്ലുന്നവനായിരിക്കും അഭിഷേകം നഷ്ടപ്പെട്ടവൻ. ഒരിക്കൽ കൂടെ, അഭിഷേകമുള്ളവനെ കൊല്ലുന്നവനായിരിക്കും അഭിഷേകം നഷ്ടപ്പെട്ടവൻ. അഭിഷേകം നഷ്ടപ്പെട്ടവൻ സ്തോത്രം അഭിഷേകമില്ലാത്തവനെ കൊല്ലുന്നവനായിരിക്കും. ശൗലിനറിയത്തില്ല ദാവീദ് അതിനകത്തുണ്ടെന്ന്. ദാവീദിന്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞു. പലയിടത്ത് ഈ ടീം മെമ്പേഴ്സ് പ്രശ്നക്കാർ, ഇവിടെയല്ല, ഐ എം സോറി. സ്തോത്രം. അതെ, ദാവീദിന്റെ ടീം മെമ്പേഴ്സ് ഈ പ്രകാരം പറഞ്ഞു, നോക്ക്, നിന്റെ കയ്യിൽ ശത്രുവിനെ ഇതാ ദൈവം തന്നിരിക്കുന്നു. ഒറ്റ വെട്ടിന് അവനെ കൊന്നിട്ട് ആ സിംഹാസനം എടുക്കുക. കാരണം നീ അഭിഷിക്തനാണ്. ദൂത് കിടക്കാണ്. നമ്മൾ ഫൈറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. എൻ്റെ ഒരു പ്രസംഗമാണ്. സ്തോത്രം. നമ്മൾ ഫൈറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. നിന്റെ വാളെടുത്ത് അവനെ ഒറ്റ വെട്ടിന് അവനെ കൊന്നിട്ട് ആ സിംഹാസനം എടുക്കുക. നോ, ദാവീദ് അത് ചെയ്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, സ്തോത്രം, ആ ശൗലിന്റെ അങ്കിയുടെ ഒരംശം അവന് മുറിച്ചെടുത്ത്. ഇസ്രായേലിന്റെ ചരിത്രമനുസരിച്ച് അവന്റെ അങ്കിയുടെ ഒരംശം മുറിച്ചെടുത്താൽ അവൻ പരിഹാസ്യനാണ്. അതുപോലും ദാവീദിന്റെ ഹൃദയത്തിന് നൊമ്പരമായി. അവന്റെ തലയല്ല മുറിച്ചത്. ദാവീദ് മലയാളിയായിരുന്നെങ്കിൽ തല മുറിക്കുമായിരുന്നു. പക്ഷേ ദാവീദ് യഹൂദനായതുകൊണ്ട് അവൻ്റെ അങ്കിയുടെ ഒരംശമാണ് അവൻ മുറിച്ചെടുത്തത്. പക്ഷെ അതുപോലും അവൻ്റെ മനസ്സിന് നൊമ്പരമായി. അയ്യോ, ഞാൻ ചെയ്തു പോയി. ദൈവം അത് കണ്ടു. ദൈവം ദാവീദിന്റെ മസിലിനെ അല്ല കണ്ടത്. ദൈവം ദാവീദിന്റെ വാളിന്റെ മൂർച്ചയല്ല കണ്ടത്. ദൈവം കണ്ടത് അവൻ കുതിര ഓടിക്കുന്നതും അവൻ വേലി ചാടുന്നതും അവൻ കിന്നരം വായിക്കുന്നതും സങ്കീർത്തനം എഴുതുന്നതും അല്ല ദൈവം കണ്ടത്. നാട്ടുകാർ ഇതൊക്കെയാണ് കണ്ടത്. അവൻ യുദ്ധം ചെയ്യുന്നതും അവൻ്റെ മസിലും അവൻ്റെ പെർഫോമൻസും അവൻ്റെ സങ്കീർത്തനവും അവൻ്റെ പാട്ടും ഇതൊക്കെയാണ് മനുഷ്യൻ കണ്ടത്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു. എന്നാൽ ദൈവമോ ഒരു കാർഡിയോളജിസ്റ്റിന് കാണാൻ കഴിയാത്തതായ ഹൃദയത്തെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു.
വേണ്ടായിരുന്നു, 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 അത് പറയണ്ടായിരുന്നു കേട്ടോ, അതെങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ, അതെങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹൃദയം ദൈവം കണ്ടു. ദാവീദിന്റെ ഹൃദയം കണ്ടിട്ട് തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, ഡോണ്ട് വറി, സ്തോത്രം, അതെ, നിന്റെ സിംഹാസനത്തിൽ എൻ്റെ പുത്രനെ ഞാൻ ഇരുത്തും. നിന്റെ സിംഹാസനത്തിൽ ഞാൻ എൻ്റെ പുത്രനെ ഇരുത്തും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം, അതെ, ദാവീദിന്റെ സിംഹാസനത്തിൽ. ലൂക്കോസ് 1:32 സ്തോത്രം. യെശയ്യാ 9:7 ലൂക്കോസ് 1:32 വേദപുസ്തകം പറയുന്നു, ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു വന്ന് ഇരിക്കുന്ന അത് പെർമനന്റ് സീറ്റ്. എത്രവർക്ക് ബോറടിക്കുന്നുണ്ട്? ബോറടിക്കാത്തവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. പെർമനന്റ് ആയിരിക്കണമെങ്കിൽ കയ്പില്ലാത്തൊരു ഹൃദയം ഉണ്ടാകട്ടെ, കയ്പില്ലാത്തൊരു ഹൃദയം ഉണ്ടാകട്ടെ. ദാവീദിന്റെ ഹൃദയം, ശൗലിനോട് അവന് കയ്പില്ലായിരുന്നു. കയ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ വെട്ടിന് ആ ഗുഹയിൽ വെച്ച് സ്തോത്രം അവൻ കൊന്നുകളയായിരുന്നു. കാരണം യവനുണ്ടല്ലോ ഈ ശൗല് സ്തോത്രം ഈ ദാവീദിനെ ജീവിക്കാൻ അനുവദിക്കാതെ പിന്തുടരുക. കുറെ കാലമായി ജീവിക്കാൻ അനുവദിക്കാതെ, ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു കാരണവശാലും നിനക്ക് സ്വസ്ഥത തരത്തില്ല എന്ന് പറഞ്ഞ് ഈ ശൗല് സ്തോത്രം அதை പിന്തുടരുകയാണ്. അങ്ങനെയുള്ള ആരൊക്കെയോ നിന്നെ പിന്തുടരുന്നുണ്ടോ? ഒരു കാരണവശാലും നിനക്ക് സ്വസ്ഥത തരത്തില്ല, ഒരു കാരണവശാലും സമാധാനം തരത്തില്ല. എന്നാൽ സ്തോത്രം, നീ ദൈവത്തിന്റെ യുദ്ധം ചെയ്താൽ മതി, ദൈവം നിന്റെ യുദ്ധം ചെയ്തോളാം. നീ ദൈവത്തിന്റെ യുദ്ധം ചെയ്താൽ മതി, ദൈവം നിന്റെ യുദ്ധം ചെയ്യ. അങ്ങനെ സ്തോത്രം എന്താ സംഭവിച്ചത്? ദാവീദ് സ്തോത്രം ശൗലിനെ കൊല്ലാൻ വേണ്ടി പോയില്ല. ദാവീദിന്റെ ഹൃദയത്തിൽ കയ്പില്ലായിരുന്നു, എക്സെപ്റ്റ് ഊരിയാവിന്റെ കാര്യം ഒഴികെ. ദാവീദിന്റെ ഹൃദയം സെയിം ആസ് ജീസസ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അല്ല, ചുമ്മാ കർത്താവ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തില്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ചുമ്മാ കർത്താവ് ഒരുത്തന്നെ നോക്കി ബാട്ടർ ചുമ്മാ പറയുന്ന നമ്മളാ പറയുന്ന, അയ്യോ ദൈവദാസനെ, ഓ അതെന്തോ രോഗമാണ്, നല്ലൊരു ന്യൂറോ സർജനെ കണ്ടാൽ മതി, അവരുടെ മാറിക്കൊള്ളും. സ്തോത്രം, അതെ, ചുമ്മാ പറയുന്നത് നമ്മളാ. ദൈവം ചുമ്മാ പറയത്തില്ല. അടുത്തിരിക്കുന്നത് നോക്കി കർത്താവ് ചുമ്മാ പറയത്തില്ല. പറഞ്ഞാട്ടെ, കർത്താവ് ചുമ്മാ പറയത്തില്ല. കർത്താവ് പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരം, അവൻ്റെ ഹൃദയത്തിൽ പ്രതികാരമില്ല, അവൻ്റെ ഹൃദയത്തിൽ കയ്പില്ല. അതുകൊണ്ടാണ് അവസരം കിട്ടിയിട്ട് മറ്റവന് വെട്ടി ആ സിംഹാസനം എടുക്കാതെ, ആ വെട്ടിപ്പിടിക്കാതെ തമ്പുരാൻ തരുമ്പ് എടുക്കാം എന്ന് തീരുമാനിച്ചത്. നമ്മൾ വെട്ടിപ്പിടിച്ചാൽ അത് താൽക്കാലികമായിരിക്കും, എന്നാൽ അവൻ തന്നാൽ, വെളിച്ചങ്ങളുടെ ആച്ഛാദനമില്ലാത്തവൻ തന്നാൽ അത് പെർമനന്റ് ആയിരിക്കും, അത് പെർമനന്റ് ആയിരിക്കും, അത് പെർമനന്റ്. അശുശ്രൂഷ പെർമനന്റ് ആയിരിക്കും, ആ അഭിഷേകം പെർമനന്റ് ആയിരിക്കും, ആ ചർച്ച് ഗ്രോത്ത് പെർമനന്റ് ആയിരിക്കും, ആ ദൈവകൃപ പെർമനന്റ് ആയിരിക്കും. വേണമെങ്കിൽ വെട്ടിപ്പിടിക്കാമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ എന്നോട് പറയും, വേണമെങ്കിൽ എൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച്, എൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച്, എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വേണമെങ്കിൽ അവന്മാരെയൊക്കെ പണ്ടേ ഒതുക്കാമായിരുന്നു, വേണമെങ്കിൽ അവരെയൊക്കെ പണ്ടേ തകർക്കാമായിരുന്നു. പക്ഷേ പുസ്തകം എടുത്തോട്ടെ, പക്ഷേ കാര്യം ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ അവൻ്റെ കാര്യം നോക്കുമ്പോൾ അവൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ ഓഹരി അവൻ പെർമനന്റായി പരിപാലിക്കുന്നവനാണ്. ഇന്ന് പകൽ സ്തോത്രം, ഞാൻ പ്രസംഗം നിർത്തി, ഞാൻ പറയട്ടെ, സ്തോത്രം അവസാനമായി ഞാൻ ഈ പ്രൊഫറ്റിക് വേർഡ് പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം, നിന്റെ ഓഹരി അവന്മാര് തരുന്നതല്ല, നിന്റെ ഓഹരി കർത്താവിൻ്റെതാണ്, കർത്താവിൻ്റെതാണ് നിന്റെ ഓഹരി. മെസ്സിഹ വരുന്നുണ്ട്. മെസ്സിഹയ്ക്ക് വേണ്ടി സ്റ്റിൽ ഇന്നും സ്തോത്രം ദാവീദിന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. സ്തോത്രം, മെസ്സിഹ വരുന്നുണ്ട്. മെസ്സിഹ വന്ന് ആ സിംഹാസനത്തിൽ മെസ്സിഹ ഇരിപ്പാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ആ കയ്പുകൾ നിനക്ക് ആവശ്യമില്ല. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ ആമേൻ. മെസ്സിഹ വന്ന സിംഹാസനത്തിൽ ഇരിപ്പാൻ വേണ്ടി പോകുമ്പോൾ സഖറിയ 13:6 വായിക്കുമ്പോൾ എൻ്റെ വിഷയം ഫർഗീവ്നെസ് ആണ്. സ്തോത്രം, മെസ്സിഹ വന്ന സിംഹാസനം ഇരിപ്പാൻ വേണ്ടി പോകുമ്പോൾ അന്ന് തള്ളിക്കളഞ്ഞ യഹൂദന്മാർ, അന്ന് ക്രൂശിച്ച യഹൂദന്മാർ, തള്ളിക്കളഞ്ഞ യഹൂദന്മാർ, സ്തോത്രം, സഖറിയ 13:6 അനുസരിച്ച് അവർ ഇപ്രകാരം ചോദിക്കും, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവെന്തിയേ? നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവെന്താണ്? നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവെന്താണ്? മുറിച്ചവന്മാർ ചോദിക്കുക,
നിന്റെ കയ്യിൽ കാണുന്ന മുറിവ് എന്താണ്? മുറിച്ചോന്മാരാ ചോദിക്കുന്നത്. നിന്റെ കയ്യിൽ കാണുന്ന മുറിവ് എന്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, ചില ദുഷ്ടന്മാര്, നിന്റെ പൂർവ്വ പിതാക്കന്മാര്, നിന്റെയൊക്കെ അപ്പന്മാര് എൻ്റെ കൈയും കാലും തുളച്ചു എന്നല്ല കർത്താവ് പറയുന്നത്. സ്തോത്രം. കാരണം അവൻ്റെ ഹൃദയത്തിൽ കയ്പില്ല. എൻ്റെ വായിൽ അല്പം കയ്പ് ആരാണ്ട് വെച്ച് പുരട്ടി. കാരണം നിന്റെ കയ്പിനെ മുഴുവനും അവൻ ഏറ്റെടുത്തു. പക്ഷെ യേശുവിൻ്റെ ഹൃദയത്തിൽ കയ്പില്ല. ഓ, ഞാൻ പോവാ. സ്തോത്രം. യേശുവിൻ്റെ ഹൃദയത്തിൽ കയ്പില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ സക്കറിയ 13:6 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. കേക്ക്. ഈ 2021 11 മാസത്തിൻ്റെ പകുതിയിൽ തമ്പുരാൻ പറയുന്നു, മക്കളെ, അങ്ങനെ ഒരു സീൻ ഞാൻ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പോവാ. അങ്ങനെ ഒരു അവസരം ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു സന്ദർഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ മുറിച്ചവരുണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ തകർത്തവരുണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ തള്ളിയവരുണ്ടല്ലോ, നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടല്ലോ, അവരുടെ മുൻപിൽ ഞാൻ നിന്നെ മാനിക്കും. അവരുടെ മുൻപിൽ ഞാൻ നിന്നെ മാനിക്കും. അവരുടെ മുൻപിൽ ഞാൻ നിന്നെ മാനിക്കും. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, ദൈവം കള്ളം പറയത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം കള്ളം പറയത്തില്ല. ദൈവം കള്ളം പറയത്തില്ല. മേ ബി നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരായിരിക്കാം, മേ ബി നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, മേ ബി നിന്റെ അയൽവാസികളായിരിക്കാം. ഈ ആഴ്ചകളിൽ നിനക്കുള്ളതായ ദൂതാണിത്. ഈ മണിക്കൂറുകൾ നീ കടന്നു വന്നതിൻ്റെ ഉത്തരമാണിത്. യേശുവിൻ്റെ നാമത്തിൽ. പണ്ട് അവർ മുറിച്ചപ്പോൾ നീ കുഞ്ഞാടായിരുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. അന്ന് കരയാൻ മാത്രമേ നിനക്കറിയത്തുള്ളൂ, വേറെ ഒന്നിനും നിനക്കറിയത്തില്ല. കരയാൻ മാത്രമേ. മുറിവേൽക്കുന്നു, കരയുന്നു, മുറിവേൽക്കുന്നു, കരയുന്നു, മുറിവേൽക്കുന്നു, കരയുന്നു, മുറിവേൽക്കുന്നു, കരയുന്നു, മുറിവേൽക്കുന്നു, കരയുന്നു, മുറിവേൽക്കുന്നു, കരയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, പോക്കറ്റിൽ 2000 നോട്ടുകെട്ടുള്ളവൻ്റെ അടുക്കലല്ല അവൻ ഇറങ്ങി നിൽക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം നുറുക്കുണ്ടെങ്കിൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന സ്തോത്രം. അതേ അന്ന് അത് കുഞ്ഞാടായി മുറിവേൽക്കുന്നു, കരയുന്നു, ദാറ്റ്സ് ഓൾ. പക്ഷെ പരിശുദ്ധാത്മാവ് അവനിൽ വ്യാപരിച്ചതുകൊണ്ട് സ്തോത്രം, തിരുവചനം പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് അവനെ ഉയർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് അവനെ ഉയർപ്പിച്ച് സകല നാമത്തിന് മേലായ നാമം കൊടുത്ത് യഹൂദാ ഗോത്രത്തിലെ സിംഹം ആക്കി തീർത്തു. യഹൂദാ ഗോത്രത്തിലെ സിംഹമാക്കി തീർത്തു. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. കയ്പില്ലാത്തൊരു ഹൃദയം നീ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ, കയ്പില്ലാത്തൊരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ക്ഷമിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, കുഞ്ഞാടായിരിക്കുന്ന നിന്നെ ആൾ മാറി സിംഹം എന്ന പോലെ ദൈവം നിർത്തുന്നതായ ദിവസങ്ങൾ ആണിത്. കുഞ്ഞാട് പോലെ ആയിരിക്കുന്ന നിന്നെ സിംഹമാക്കി ദൈവം നിന്നെ മാറ്റുന്ന ദിവസങ്ങളാണ്. 2 കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എന്നെ മാറ്റുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ മാറ്റുകയാണ്, എൻ്റെ ദൈവം എന്നെ മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിന്നെ മാറ്റുന്ന, നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റുന്ന ദിവസങ്ങളാണിത്. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ, എഴുന്നേറ്റ് കേൾക്ക്. നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റുന്ന ദിവസങ്ങളാണിത്. നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റുന്ന ദിവസങ്ങളാണിത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. അതിനായി ദൈവത്തിന്റെ ആത്മാ പരിവർത്തിച്ചാൽ മാത്രം മതി. മുറിഞ്ഞവരെ, കയ്പ് കാടി കുടിച്ചവരെ, പ്രശ്നം കണ്ടവരെ, ക്രൂശിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാ വരുമ്പോ കുഞ്ഞാട് സിംഹമായി തീർന്ന് ആൾ മാറിയവനായി മെസ്സിഹ ഇതാ പ്രത്യക്ഷമായപ്പോൾ അവർ ചോദിക്കുന്നു, സ്തോത്രം, നിന്റെ കയ്യിലെ മുറിവുകൾ എന്ത്? ആ സിംഹാസനത്തിൽ ഇരുത്തി ഒരിക്കൽ വിരൽ ചൂണ്ടിയവരും പ്രശ്നമുണ്ടാക്കിയവരും സ്റ്റാറ്റസ് മാറി അവനെ കണ്ടതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ആൾ മാറി വലിയ ഞെട്ടലോടെ അവർ നിന്നെ കാണുവാൻ വേണ്ടി പോകുന്നു. ആൾ മാറുന്നു, അവസ്ഥ മാറുന്നു.
അവസ്ഥ മാറുന്നു. ഞാൻ ആ പോയിന്റിൽ നിൽക്കും. എൻ്റെ ദൂത് അൺഫിനിഷാണ്, തീർന്നിട്ടില്ല. അവസ്ഥ മാറും, അവസ്ഥ മാറും. ആ കുട്ടിയുടെ അവസ്ഥ മാറും, നിന്റെ ആത്മീയതയുടെ അവസ്ഥ മാറും, അവസ്ഥ മാറും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യെസ് യെസ്, അവസ്ഥ മാറി, അവസ്ഥ മാറി. വ്യവസ്ഥയിൽ നിന്നാൽ മതി, അവസ്ഥ മാറ്റി ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. യെസ് യെസ്, ആക്രോശിച്ചവരുടെ മുൻപിൽ, ആക്രോശിച്ചവരുടെ മുൻപിൽ സ്തോത്രം, ആ പ്രതിസന്ധി ഉണ്ടാക്കിയവരുടെ മുൻപിൽ ഹല്ലേലൂയ ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. ആ സങ്കീർത്തനം അതുകൊണ്ടാണ് വായിച്ചത്. നന്മയ്ക്കായി ഒരു അടയാളമാക്കി, നന്മയ്ക്കായി ഒരു അടയാളമാക്കി, നന്മയുടെ അടയാളമായി അവസ്ഥ മാറി, അവസ്ഥ മാറി, അവസ്ഥ മാറി. പകയ്ക്കുന്നവരുടെ വായെ മിണ്ടാതാക്കി, പകയ്ക്കുന്നവരുടെ വായെ മിണ്ടാതാക്കി. നിനക്കെതിരെ അവർക്ക് ഒന്നും പറവാൻ കഴിയത്തില്ല. അവർക്ക് നിനക്കെതിരെ ഒന്നും പറവാൻ കഴിയാതെ ദൈവം നിർത്തി നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. രണ്ടാമത് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ ഉദാഹരണം സ്തോത്രം. അതെ, ധൈര്യമായി ക്ഷമിച്ചാട്ടെ, ധൈര്യമായി ക്ഷമിച്ചാട്ടെ, ധൈര്യമായി മനഃപൂർവ്വം ക്ഷമിച്ചാട്ടെ, മനഃപൂർവ്വം ക്ഷമിച്ചാട്ടെ. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, റോമർ 8:28 എല്ലാവർക്കും അറിയാം. സ്തോത്രം, എന്തൊക്കെ സംഭവിച്ചാലും ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം സകലത്തിന് സർവാധികാരിയായിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ദൈവം പരമാധികാരി, സർവാധികാരി ആയിരിക്കുന്നത് കൊണ്ട്, നിന്റെ ജീവിതത്തിന് സകലത്തിന് ബോസ് ദൈവമായിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 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 അതുകൊണ്ട് നന്മ കിട്ടിയിട്ടെന്നല്ല, പകരം ഇപ്പോഴേ ക്ഷമിച്ചാട്. യോസഫിനെ കുറിച്ച് നമുക്കറിയാം. 41:51 ഉൽപ്പത്തി 41:51, 52. യോസഫിന് 2 പിള്ളേരുണ്ടായി. മൂത്തവന്റെ പേര് എന്തുവാ? പറ. മൂത്തവന്റെ പേരെന്താ? യോസഫിന്റെ മൂത്ത മകന്റെ പേര് മനശ്ശെ. രണ്ടാമത്തെ മോന്റെ പേര് എഫ്രൈം, മനശ്ശെ. യോസഫ് മൂത്തവന് പേരിട്ടത് മനശ്ശെ എന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. എൻ്റെ സങ്കടകാലം മുഴുവൻ മറന്നു. യോസഫ്, എൻ്റെ ചോദ്യം ഇതാണ്, നിനക്കെന്തുകൊണ്ടാണ് മറക്കാൻ പറ്റിയത്? അതെനിക്ക് ക്ഷമിക്കാൻ പറ്റി. എനിക്ക് ക്ഷമിക്കാൻ പറ്റിയത് കൊണ്ടാണ് ആ സങ്കടകാലം എനിക്ക് മറക്കാൻ പറ്റിയത്. എൻ്റെ സഹോദരന്മാർ തള്ളിയത്, കുഴികൾ തള്ളിയിട്ടത്, എന്നെ വിറ്റ് കാശാക്കിയത്, ഞാൻ സ്തോത്രം അതെ ക്ഷമിച്ചു. ആ വീട്ടിലെ മാഡം ഉണ്ടല്ലോ, അപവാദം പറഞ്ഞ മാഡം, അവളോട് ഞാൻ ക്ഷമിച്ചു. ആ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ എന്നെ മറന്നവൻ അവനുണ്ടല്ലോ, എൻ്റെ നന്മ, എൻ്റെ ദൂത് അവന് നന്നായിരുന്നു, പക്ഷെ എന്നെ അവന് വേണ്ട. എൻ്റെ പ്രസംഗം അവന് അല്ല, എൻ്റെ പ്രവചനം അവന് മതി. എന്നെ അവന് ഇഷ്ടമല്ല. എൻ്റെ ശുശ്രൂഷയാണ് ഇഷ്ടം, എന്നെ അവന് ഇഷ്ടമല്ല. സ്തോത്രം. പക്ഷെ അവനോട് ഞാൻ ക്ഷമിച്ചു. ക്ഷമിച്ചത് കൊണ്ടാണ് എനിക്കതിനെ മറക്കാൻ പറ്റിയത്. നിന്റെ നന്മയാണ് പലർക്കും വേണ്ടിയത്, നിന്നെ പലർക്കും വേണ്ട. എന്നാൽ മനഃപൂർവ്വം അവരോട് ക്ഷമിച്ചിട്ട് മൂത്ത മകന് പേരിട്ടു, സ്തോത്രം, മനശ്ശെ. എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്ന. കാരണം ഇന്ന് പകൽക്കാലം ഈ കയ്പിന്, ഈ അൺഫോർഗിവ്നെസ്സിന് ഇന്ന് പകൽ നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈ കയ്പിന്, ഈ പകയ്ക്ക് ഇന്ന് പകൽ നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. കാരണം ഈ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സ്തോത്രം. അതെ, തലമുറയായി പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ജനിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ, തലമുറയായി പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് ജനിപ്പിക്കുന്നത്. മനുഷ്യ കുട്ടികളെയല്ല, പാമ്പിൻ കുട്ടികളെ. കാര്യം ഈ വേഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാമ്പല്ലാതെ പഴുതാരയാണ് ഉണ്ടാകുന്നത്. ഈ വേഷം കൊടുത്തു കഴിഞ്ഞാൽ, എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പഴയ പാമ്പിന്റെ തല തകർത്ത കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നോ, ഈ വേഷത്തെ ഞാൻ ഇറക്കിയാണ്. ഈ വേഷം വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അടുത്ത തലമുറ കയ്പിലല്ല ജീവിക്കുന്നത്, അടുത്ത തലമുറ പകയിലല്ല ജീവിക്കുന്നത്. കയ്പിന്റെയും പകയുടെയും തലമുറയല്ല.
In Jesus' name. വിശ്വസിക്കുന്ന ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ സകല ഡീമണിക് മണ്ഡലത്തിന് മേൽ ഞാൻ ജയമെടുക്കുന്നു. സാത്താൻ ഇന്ന് പകൽ വിറക്കുകയാണ്. ദുരാത്മ ശക്തികൾ ഇന്ന് പകൽ വിറക്കുകയാണ്. ലിറ്ററലി ചില വ്യക്തികൾ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സ്തോത്രം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീണ്ടും 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 നിന്നെ ഹാർട്ട് ചെയ്യിപ്പിക്കുന്നെങ്കിൽ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. വീണ്ടും വീണ്ടും അവർ ഹർട്ട് ചെയ്യുന്നെങ്കിൽ യോസേഫിന് പറവാൻ കഴിയും. സ്തോത്രം. നിങ്ങളത് തിന്മയ്ക്കായി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 45:6-7-8. നിങ്ങൾ തിന്മയ്ക്കായി ചെയ്തു, എന്നാൽ ദൈവം അത് നന്മയ്ക്ക് കാരണമാക്കി തീർത്തു. സ്തോത്രം. അതെ, നിങ്ങളത് തിന്മയ്ക്കായി ചെയ്തു, എന്നാൽ സ്തോത്രം ദൈവം അത് നന്മയ്ക്ക് കാരണമാക്കി തീർത്തു. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തിന്മകൾ അനുഭവിച്ച എല്ലാവരും സ്തോത്രം ദൈവകൃപയാൽ അതെ സ്തോത്രം അതെ ദൈവം നന്മയ്ക്കാക്കി തീർക്കട്ടെ. ഉൽപ്പത്തി 45:5. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുൻപേ എല്ലാവരും പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് മുൻപേ. ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് മുൻപേ. നിങ്ങൾ എന്നെ ഹർട്ട് ചെയ്തത് നിങ്ങൾ പിന്നിലായത് കൊണ്ടാണ്. നിങ്ങൾ സ്തോത്രം പിന്നിൽ നിന്നാണ് നിങ്ങൾക്ക് എന്നെ ഹർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹർട്ട്, വേദന അനുഭവിച്ചവർ, മുറിവ് അനുഭവിച്ചവർ മനസ്സിലാക്കണം, അവർക്ക് മുൻപിലാണ് നിങ്ങൾ. അവർ നിങ്ങൾക്ക് മുൻപിലാണ്. യേശുവിന്റെ നാമത്തിൽ അവർ തിന്മയ്ക്കായി ചെയ്തത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി തീർക്കുന്നവരാണ്. താങ്ക് യു ജീസസ്. അക്കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് ആര് കുനിഞ്ഞു നിൽക്കരുതേ, സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. ആഴത്തിൽ മുറിവേറ്റ ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. നിരന്തരം വേദനയിൽ ജീവിക്കുന്ന ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിരന്തരം വേദനയിൽ, വീട്ടിലല്ല, വേദനയിൽ ജീവിക്കുന്നവർ, വീട്ടിൽ പാർക്കുന്നവരല്ല, വേദനയിൽ ജീവിക്കുന്നവർ. വേണമെന്ന് വെച്ച് അവരെന്നെ പിന്തുടരുകയാണ്. വേണമെന്ന് വെച്ച് കാട്ടിൽ എനിക്കെതിരെ ഉപദ്രവങ്ങൾ അവർ വട്ടം കൂട്ടുകയാണ്. ശൗല് ദാവീദിനെ പിന്തുടർന്നതുപോലെ പലരെ എന്നെ പിന്തുടരുകയാണ്. സ്വസ്ഥത തരാത്ത ലോകം, സ്വസ്ഥത തരാത്ത ജീവിതം. കണ്ണുകളടച്ച് വായ്കളെ തുറന്ന് ഇത് വിടുതലിന്റെ നേരം. കമോൺ, ഇത് വിടുതലിന്റെ നേരം. പിശാചിന്റെ സകല കൂടുകൾ തകരുന്ന നേരം, സാത്താന്യ കെട്ടുകൾ ഉടയുന്ന നേരം. പറഞ്ഞാട്ടെ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. മനഃപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി. യെസ്, വായി തുറന്ന് പറയണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷക്കായി വായി കൊണ്ട് ഏറ്റു പറയണം. യേശുവിന്റെ നാമത്തിൽ വ്യക്തികളെ പേര് പറഞ്ഞ് വിഷയങ്ങളുടെ പേര് പറഞ്ഞ് ജസ്റ്റ് സ്തോത്രവും സ്തുതിയും മാത്രമല്ല, ആ കാര്യം, ആ വ്യക്തി പേര് പറഞ്ഞ് യെസ്, ഡെലിവറൻസ്. നിന്റെ നന്മകളെ അവർ ചൂഷണം ചെയ്തു. നിന്റെ നന്മകളെ അവർ എടുത്തു ഒരു ജ്യൂസിനെ പിടിക്കുന്നത് പോലെ കൊത്തായപ്പോ അവരെടുത്ത് പുറത്തു കളഞ്ഞു. നിന്റെ നന്മകളെ ഊറ്റിയെടുത്ത് കൊത്തായപ്പോൾ നിന്നെ എടുത്ത് പുറത്തു കളഞ്ഞു. ക്ഷമിക്കണമേ. അവരോട് ക്ഷമിക്കണമേ. അണയ്ക്കേണ്ടവർ എന്നെ അണച്ചില്ല, സംരക്ഷിക്കേണ്ടവർ എന്നെ സംരക്ഷിച്ചില്ല. സ്വന്തക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തക്കാരാണ്. പക്ഷേ എന്നെ അവരെ കവർ ചെയ്തില്ല, എന്നെ അവർ സംരക്ഷിച്ചില്ല. അവരെന്നെ ക്രൂശിപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു. യെസ്. കമോൺ, എല്ലാവരും പ്രാർത്ഥിക്കണം. സഹോദരന്മാരും മൗനമായി നിൽക്കല്ലേ. സ്വന്തം ജനത്തോട് ക്ഷമിച്ച്, സ്വന്തം ജനത്തോട് അംഗീകരിക്കാത്ത കുടുംബത്തോട് അംഗീകരിക്കാത്ത കുടുംബം. നിന്റെ അഭിഷേകത്തെ അവരംഗീകരിക്കുന്നില്ല, നിന്റെ ശുശ്രൂഷയെ അവരംഗീകരിക്കുന്നില്ല, നിന്റെ പ്രാർത്ഥനയെ അവരംഗീകരിക്കുന്നില്ല, നിന്നിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർ അംഗീകരിക്കുന്നില്ല. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഇൻ ജീസസ് നെയിം പ്രാർത്ഥിക്കുക.
ഹന്നാവ് മഹാപുരോഹിതന്മാരാണ്, മഹാപുരോഹിതന്മാരാണ്. അവരാണ് വളർത്തേണ്ടത്. പക്ഷെ വളർത്തേണ്ടവർ വളർത്തിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആരും വളർത്തിയില്ലെങ്കിൽ തമ്പുരാന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമത്രേ കാരണഭൂതൻ. ദൈവമാണ് നിന്നെ വളർത്തുന്നത്, ദൈവമാണ് എന്നെ വളർത്തുന്നത്, ദൈവമാണ് നിന്നെ വളർത്തുന്നത്, ദൈവമാണ് എന്നെ വളർത്തുന്നത്, ദൈവമാണ് സംരക്ഷിക്കുന്നത്, ദൈവമാണ് വളർത്തുന്നത്. നിന്നിൽ നിന്ന് നന്മകൾ 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 മാത്രം അനുഭവിച്ചു. പ്രവൃത്തിയിൽ അനുഭവിച്ചു, വാക്കിൽ അനുഭവിച്ചു. വാക്കിൽ അനുഭവിച്ചു, പ്രവൃത്തികൾ അനുഭവിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഹോശനയും പറഞ്ഞു. പക്ഷെ തക്ക സമയം വന്നപ്പോൾ ക്രൂശിക്ക എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ആ പുരുഷാരത്തിന്റെ നടുവിൽ ഓർക്കാർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ഒരു ഉയർപ്പ് നിനക്കുണ്ട്. ആ ഉയർപ്പ് നീ പ്രാപിപ്പാൻ ഇന്ന് പകൽ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. ആ ഉയർപ്പ് നീ പ്രാപിപ്പാൻ ഇന്ന് പകൽ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. എല്ലാവരും ആരാധിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ജീസസ്. കൂടെ നിന്ന് ചതിച്ച യൂതമാർ ഒരുപക്ഷെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം. കൂടെ നിന്ന് ചതിച്ചവർ, സ്തോത്രം, ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം. ധനത്തെ അടിച്ചു മാറ്റുന്നവരായിരിക്കാം. ചതിയന്മാർ, വഞ്ചകർ, യൂതമാർ. സ്തോത്രം, അവരോട് ക്ഷമിച്ചാട്ടെ. കൂടെ ഇരിക്കാം എന്ന് വാക്ക് പറഞ്ഞതായ സ്തോത്രം, അതെ, പത്രോസ്മാർ സമയം വന്നപ്പോൾ തള്ളിക്കളഞ്ഞു. എന്നാൽ കർത്താവേ, അവരോട് ക്ഷമിക്കണമേ. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. രണ്ട് കരങ്ങളെ ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച്, കരങ്ങളെ ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച്, ആര് കുനിഞ്ഞു നിൽക്കരുത്, സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പ്രിയ കർത്താവേ. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രിയ കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ശുശ്രൂഷ എന്റെ ജീവിതത്തിന് വളരെ ആവശ്യമായിരിക്കുന്നു. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, യേശു കർത്താവ് എന്നോട് ക്ഷമിച്ചതുപോലെ എനിക്കും ക്ഷമിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി, കർത്താവേ, എന്റെ സ്വന്തം ജനത്തോട് ഞാൻ ക്ഷമിക്കുന്ന, എന്നെ തിരസ്കരിച്ചവരാണ്, പക്ഷെ ആ സ്വന്തം ജനത്തോട് ഞാൻ ക്ഷമിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞേ, കർത്താവേ, എല്ലാവരും, കർത്താവേ, എന്നെ അംഗീകരിക്കാത്തവരോട്, എന്റെ അഭിഷേകത്തെ, എന്റെ ശുശ്രൂഷയെ അംഗീകരിക്കാത്തവരോട് ഞാൻ ക്ഷമിക്കുന്നു. അങ്ങനെയുള്ളവരുടെ പേരുകൾ പറഞ്ഞേ. Come on, in Jesus' name. Yes. പറഞ്ഞേ. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞേ, കർത്താവേ, എന്റെ ആത്മീയ ജീവിതത്തില് എന്നെ സംരക്ഷിക്കാത്ത, എന്നെ വളർത്താത്ത വ്യക്തിത്വങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു. പറഞ്ഞ കർത്താവേ, എന്നിൽ നിന്ന് നന്മ അനുഭവിച്ച ശേഷം എന്നിലേക്ക് എനിക്ക് തിന്മ തന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കുന്നു. പറഞ്ഞ കർത്താവേ, എന്നെ ചതിച്ച വ്യക്തികളോട് ഞാൻ ക്ഷമിക്കുന്നു. യെസ്, അങ്ങനെയുള്ളവരുടെ മുഖങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ വരട്ടെ. അങ്ങനെയുള്ള വ്യക്തികളെ, സംഭവങ്ങളെ ഓർത്താണ് ആ ചതിയുടെ അനുഭവങ്ങൾ വിട്ടുപോകട്ടെ. ഇൻ ജീസസ് നെയിം. ഇനി മേലാൽ ജീവിതത്തിൽ ചതിയില്ലാതെ ജീവിപ്പാൻ, ചതിയന്മാർക്ക് തൊടുവാൻ കഴിയാതെ, ചതിക്കുഴികളില്ലാതെ ജീവിപ്പാൻ. ചതിക്കുഴികൾ ഇനിമേലാലില്ല. ഒരു കെണിയിൽ നീ അകപ്പെടത്തില്ല. ഒരു മാനുഷികമായ കെണിയിൽ നിന്നെ പിടിപ്പാൻ കഴിയാത്തില്ല. ശബ്ദമുയർത്തി പറഞ്ഞാൽ, പ്രിയ കർത്താവേ, എന്നോട് കൂടെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട്, വിശ്വസിച്ചിട്ട് എന്നെ വിട്ടുമാറിയ സകല വ്യക്തികളോട് ഞാൻ ക്ഷമിക്കുന്നു. പറഞ്ഞാൽ, കർത്താവേ, എന്റെ മനസ്സില്, എന്റെ ചിന്തയില്, ശരീരത്തില് എന്നെ വേദനിപ്പിച്ച എല്ലാവരോട് ഞാൻ ക്ഷമിക്കുന്നു.
കമോൺ, ശബ്ദം ഉയർത്തി 2 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. യെസ് യെസ്. സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ്, സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ്, സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ്, സ്പിരിറ്റ് ഓഫ് ഫോർഗിവ്നെസ്. മൂവ് ഇൻ ദിസ് പ്ലേസ്, 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 മൂവ് ഇൻ ദിസ് പ്ലേസ്. ഇന്ന് പകൽ ഈ കയ്പിനെ ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇന്ന് പകൽ ഈ റിജക്ഷനെ ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇന്ന് പകൽ ഈ വേദനയ്ക്ക് ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. നാളെ ഈ കയ്പ് പാടില്ല. അടുത്ത മണിക്കൂറിൽ കയ്പ് പാടില്ല. അടുത്ത തലമുറയ്ക്ക് ഈ കയ്പില്ല. അടുത്ത തലമുറയ്ക്ക് ഈ പ്രശ്നമില്ല. ഈ ഫയലിനെ ഞങ്ങൾ ഇന്ന് പകലോടെ അടക്കുകയാണ്. ഇന്ന് പകലോടെ ഈ ഫയലിനെ ഞങ്ങൾ അടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ കൾച്ചറിൽ നിന്ന് ഈ വേരിനെ ഞങ്ങൾ പറിച്ചു മാറ്റുകയാണ്. ഈ വീട്ടിൽ നിന്ന്, ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഈ കയ്പിനെ ഞങ്ങൾ പറിച്ചു മാറ്റുകയാണ്. ഈ മാലിന്യത്തെ പറിച്ചു മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സകല കയ്പുകളും യേശുവിന്റെ നാമത്തിൽ വിടുമാറട്ടെ. Thank you, Jesus.